നല്ല കുട്ടിയായി പഠിക്കാൻ താല്പര്യമുള്ള കുട്ടിയായിരുന്നു. ഇപ്പം അഡ്മിഷൻ കിട്ടിയ 2 തവണ റിപ്പീറ്റ് ചെയ്താണ് കിട്ടിയപ്പോഴവിടെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വന്നപ്പോഴും അവൻ്റെ സ്വഭാവത്തിൽ യാതൊരു മാറ്റവും ഞാൻ കണ്ടിരുന്നില്ല. നല്ല കുട്ടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. നമസ്കാരം. ഒരു കുടുംബത്തിന്റെ ആകെ സ്വപ്നങ്ങളും പേറി തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർ അഞ്ചരക്കണ്ടിയിലെ കോളേജിലേക്ക് പോയ നിതിൻ രാജ് തിരിച്ചെത്തിയത് ചേതനയറ്റ ശരീരമായി. അധ്യാപകരുടെ ജാതിവെറിയിൽ നീറിയ കറുപ്പിന്റെ പേരിൽ അവഹേളിക്കപ്പെട്ട പണമില്ലാത്തതിന് അപമാനിതനായ നിതിൻ ചെറുത്തുനിൽപ്പ് അവസാനിപ്പിച്ച് മണ്ണോട് ചേർന്നപ്പോൾ പൊലിഞ്ഞത് ആ കുടുംബത്തിന്റെ ആകെ പ്രതീക്ഷകളാണ്. അപമാനം സഹിക്കവയ്യാതെ പഠനം മതിയാക്കാമെന്ന് പറഞ്ഞ മകനെ നിർബന്ധിച്ച് മരണത്തിലേക്ക് തള്ളിവിട്ടല്ലോ എന്നോർത്ത് നെഞ്ച് തകർന്ന് കരയുന്ന ആ അച്ഛൻ നാടിന്റെ ആകെ നോവാണ്. വിവിധ സൂചകങ്ങളിൽ ലോകത്തിനും രാജ്യത്തിനും മാതൃക തീർക്കുന്ന കേരളം നാണം കെട്ട് തല കുനിക്കുകയാണ്. +2 ശേഷം കഷ്ടപ്പെട്ട് പഠിച്ച് മെഡിക്കൽ പ്രവേശനം നേടിയ ദളിത് വിദ്യാർത്ഥിയുടെ സ്വപ്നങ്ങൾ ജാതിവെറി മൂലം തല്ലിക്കെടുത്തിയ ആ അധ്യാപക സമൂഹത്തിന് തന്നെ അപമാനമാണ്. ജിഷ്ണുവിന്റെയും സിദ്ധാർത്ഥിന്റെയും നിതിന്റെയും കൊലപാതകികൾ ഒന്നാണ്. ഇനി ഒരു കലാലയത്തിലും ഒരു വിദ്യാർത്ഥിക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകില്ലെന്നുറപ്പാക്കാൻ ഭരണകൂടത്തിന് കഴിയുമോ? കുറ്റക്കാർ ശിക്ഷിക്കപ്പെടുമോ? നിതിന് നീതി കിട്ടുമോ? പരിശോധിക്കാം. സ്വാഗതം. ഇപ്പോൾ നമുക്കൊപ്പം നിതിൻ രാജിന്റെ അമ്മാവൻ വിശ്വംഭരൻ ചേരുകയാണ്. വലിയ ദുഃഖത്തിലാണ്. ഇന്ന് ആ വീട്ടിൽ നിന്നുള്ള കാഴ്ചകൾ ആർക്കും കണ്ണു നിറയാതെ കണ്ടു നിൽക്കാൻ പറ്റുന്നതല്ല. ഇങ്ങനെയൊരു ദുരന്തം അത് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ? മകൻ ഇത്രയും വലിയ ഒരു അപകടത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും കരുതിയിരുന്നോ? കേൾക്കാമോ എന്നെ? കേൾക്കാം. ഈ കോളേജിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ നിതിൻ പറയുമായിരുന്നു, വീട്ടിൽ പറയുമായിരുന്നു. പക്ഷേ അത് ഇത്രയും വലിയ ഒരു അപകടത്തിലേക്ക് എത്തിക്കുമെന്നത് നിങ്ങൾ ആരും ആലോചിച്ചു പോലും ഇല്ലായിരുന്നു അല്ലേ? തീർച്ചയായും ഇങ്ങനെ അവിടുത്തെ ഉണ്ടാകുന്ന സംഭവങ്ങളെക്കുറിച്ച് നമ്മളെ വീട്ടുകാരെ അറിയിക്കുമായിരുന്നു. പക്ഷേ ഇത്തരം ഒരു ഗുരുതരാവസ്ഥയിലെത്തുമെന്ന് നമ്മളാരും സങ്കല്പിച്ചിട്ട് പോലും ഇല്ലായിരുന്നു. നിതിൻ്റെ ശബ്ദം ഓഡിയോ ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. എങ്ങനെയാണ് അവിടുത്തെ സംഭവങ്ങളെന്നൊക്കെ നിതിൻ പറയുന്നത്, എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത് എന്നതൊക്കെ നിതിൻ പറയുന്നു. ഒരു 23 വയസ്സുള്ള ഒരു യുവാവിന് ഒരിക്കലും കേൾക്കാനോ സഹിക്കാനോ പറ്റുന്നതൊന്നുമായിരുന്നില്ല അത്. ഒരു ചെറുത്തു നിൽക്കുന്ന, അല്ലെങ്കിൽ തൻ്റെ നീതിക്ക് വേണ്ടി നിൽക്കാനും പറയാനും ഒക്കെ പറ്റുന്ന ധൈര്യമുള്ള ഒരു കുട്ടി തന്നെ ആയിരുന്നോ നിതിൻ? ഇതിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ സംഭവ സ്ഥലത്ത് പോയ ഒരാളാണ്. ഇവിടെ കണ്ണൂരിൽ ഈ സംഭവം അറിഞ്ഞു പറഞ്ഞതിനെ ഞങ്ങൾ 4 പേര് ഇവിടുന്ന്, അവൻ്റെ അളിയനും വേറെ അവൻ്റെ അച്ഛൻ്റെ അനുജനും വേറെ അവൻ്റെ ഒരു സുഹൃത്തും കൂടെ ഞങ്ങൾ 4 പേര് ഇവിടുന്ന് വണ്ടി പിടിച്ച് ഞങ്ങൾ നേരെ കണ്ണൂരിലേക്ക് പോയി. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ അറിവനുസരിച്ച് ഞങ്ങൾ അവിടുത്തെ ഓരോ ഏകദേശമുള്ള വിദ്യാർത്ഥികളെയും ഞങ്ങൾ പരസ്യമായി രഹസ്യമായി അവരോട് ചോദിച്ചപ്പോഴും അവരാരും ഒന്നും പറയാൻ തയ്യാറായില്ല. അവിടുത്തെ അധ്യാപകർക്കും അവിടുത്തെ വിദ്യാർത്ഥികൾക്കും അവിടെ എന്താണ് ഉണ്ടായതെന്ന് തീർച്ചയായും അവർക്ക് അറിയാമായിരിക്കാം എന്നായിരുന്നു അവരുടെ ഓരോരുത്തരും. അവരാരെയൊക്കെ ഭയന്നാണ് പറയാത്തത്. എന്നാൽ ഈ റാം എന്ന് പറയുന്ന
അയാൾ അവിടുത്തെ HOD-നാണ്. അയാൾ 10 വർഷം കൊണ്ട് അവിടുത്തെ ഒരു മെയിൻ ആളായിട്ട് പ്രവർത്തിക്കുകയാണ്. ചുരുക്കം പറഞ്ഞാൽ മാനേജ്മെൻറ്റിനെ പോലും നിയന്ത്രിക്കുന്നത് അയാൾ എന്നൊരു ഭാവത്തിലാണ് അയാൾ അവിടെ നിൽക്കുന്നത്. അയാൾ അവിടെ എല്ലാവർക്കും ഒരു പേടിയാണ്. അപ്പോൾ ഞങ്ങൾ തിരക്കിയപ്പോൾ അവിടുത്തെ മറ്റു വിദ്യാർത്ഥികൾ പറഞ്ഞത് ഇയാൾ ഒരുപാട് പേരെടുത്തു ഇങ്ങനെ തന്നെ ഈ നിതിൻ രാജിനെ പരസ്യമായി ക്ലാസ്സിൽ വന്ന് നീ അവൻ്റെ ജാതി പറഞ്ഞും അത് പോയിട്ട് പിന്നെ നീ പുഴുത്ത പട്ടിയാണട എന്നും നിനക്ക് സാമ്പത്തികമായി ഒന്നുമില്ലാത്ത നിന്നെപ്പോലെയുള്ള ദരിദ്രവാസികൾക്ക് പഠിക്കാനുള്ളതല്ല MBBS. ഈ പുഴുത്ത പട്ടി എന്ന് 2-3 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞപ്പോൾ ഇയാളെന്ത് പറഞ്ഞു? നിതിൻ രാജ് പ്രതികരിച്ചു, സാറേ ഞാൻ പുഴുത്ത പട്ടിയാണെങ്കിൽ നമ്മൾ രണ്ടും സെയിമാണ് എന്നിങ്ങനെ ഇയാൾ കയർത്ത് സംസാരിച്ചത്. അപ്പോൾ അയാൾ പറഞ്ഞത് അദ്ദേഹം റാം എന്ന് പറയുന്ന അദ്ദേഹം പറഞ്ഞത് മറുപടി പറഞ്ഞത്, നീ എൻ്റെ കൂടെ കൂടുതൽ കളിച്ചാൽ നിൻ്റെ കൈയും കാലും ഞാൻ വെട്ടും, നിന്നെ ഇവിടെ നിന്ന് പൊതിഞ്ഞു കെട്ടിയ ശവശരീരമായിരുന്നു കൊണ്ടുപോകുന്നത് എന്ന് അവൻ പറയുന്ന ഓഡിയോ സന്ദേശമുണ്ട്. അപ്പോൾ അത് ഈ കഴിഞ്ഞ മാർച്ച് മാസം 13-14 തീയതികളിലായിട്ട് ഈ റാം എന്ന് പറയുന്ന പ്രൊഫസർ വളരെ മോശമായി ഇവനോട് സംസാരിച്ചത്. അവൻ്റെ ഫോണിൽ നിന്ന് ഇവൻ്റെ സഹോദരി നികിത എന്ന് പറയുന്ന അവൻ്റെ ചേച്ചിയോട് ഫോണിൽ അതേപടി അവനെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പിന്നെ സൈബർ സെല്ല് വഴി റെക്കോർഡ് ചെയ്ത് എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഇവിടെ കണ്ണൂർ ചക്കരക്കല്ല് പോലീസ് CIക്ക് ഇന്നലെ പെറ്റീഷൻ ഞങ്ങൾ മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇവൻ്റെ തികച്ചും ഞങ്ങൾക്ക് കിട്ടിയ മുമ്പുണ്ടായ അനുഭവവും ഞങ്ങൾ അവിടെ മെനഞ്ഞാന്നും ഇന്നലെയും കണ്ണൂരിൽ ആ കോളേജിൽ കണ്ട ആ ഒരു അനുഭവങ്ങളും കൂടെ വിലയിരുത്തുമ്പോൾ ഇവനെ ഈ മരണത്തിന് ഉത്തരവാദികളെന്ന് പറയുന്ന ഇവർ 2 അധ്യാപകരും അവിടുത്തെ വാർഡനുമായ കമലും കൂടെയാണ്. ഇവന് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇവന് ശക്തമായ പനി ഉണ്ടായിരുന്ന ഒരു വേളയിൽ ഇവനെ ഒറ്റയ്ക്ക് 3 ദിവസം ഇവനെ ഒറ്റയ്ക്ക് ഒരു മുറിയിൽ ആക്കി എന്നുള്ളതാണ് ഇവനിൽ നിന്ന് നമുക്കറിയാൻ കഴിഞ്ഞത്. എന്ന് പറഞ്ഞാൽ അത്ര ഒരു രോഗിയോട് പോലും ഒരു മനുഷ്യത്വം കാണിക്കാത്ത ഒരു കോളേജിലെ ജീവനക്കാരാണ് ഇവരൊക്കെ എന്നുള്ള കാര്യം അത് നമുക്ക് പറയാതെ ഇരിക്കാൻ നിവൃത്തിയില്ല. പക്ഷേ അവർക്ക് തെറ്റി. ഇവർ വിചാരിച്ചത് ഈ കമൽ അല്ല ഈ കുട്ടിക്ക് ഇവന് സാമ്പത്തികമായും ഇവൻ പിന്നോക്ക ജാതിക്കാരനായതുകൊണ്ട് ഇവനെ എന്ത് പറഞ്ഞാലും പിന്നെ എന്ത് ചോദിച്ചാലും ഈ അതുൽ രാജിന് ആരുമില്ല എന്നുള്ളതാണ് ഇവരുടെ ഭാവമെങ്കിൽ അവർക്ക് തെറ്റി. നിതിൻ രാജിന് എല്ലാ വിധത്തിലുള്ള ബന്ധുക്കളുണ്ട്. അതിന് പിന്നിൽ അവൻ കൊച്ചുനാളിലെ SFI സംഘടനയുമായി പ്രവർത്തിച്ച ഒരു കുട്ടിയാണ്. ആ SFIക്ക് മുൻപേ ബാലസംഘം എന്ന് പറയുന്ന സംഘടനയിൽ കൂടെ അവൻ വന്ന ഒരാളാണ്. അവൻ ഇവിടുത്തെ യൂണിറ്റിൻ്റെ സെക്രട്ടറി ആയിരുന്നു. ഞാൻ ഇവിടുത്തെ CPMൻ്റെ പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറിയും കൂടെയാണ്. അപ്പോൾ പിന്നെ ഇവിടെ ഒരു കാരണവശാലും ഈ കുറ്റവാളികളെ നിയമത്തിൻ്റെ പഴുതടച്ചുകൊണ്ട് അവരെ കയ്യാമം വയ്ക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങളിവിടെ ചെയ്യും. അപ്പോൾ ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ ഞങ്ങളെ ഇവിടെ ഒരു DSP ഉണ്ട്, അജയകുമാർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ ഞാൻ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒന്നും പേടിക്കണ്ട, ഞാൻ ചക്കരക്കല്ലിലെ പോലീസ് CAയോടുത്ത് ഞാൻ പറയാം, ഞാൻ വിശ്വംഭരൻ അവിടെ ചെല്ലുമെന്ന് തന്നെ പറയാം. അങ്ങനെ അദ്ദേഹം CA അവരെ വിളിച്ചു. അല്ല ഈ DSP അവരെ ചക്കരക്കല്ലിലെ SHO വിളിച്ച് പറഞ്ഞു, വിശ്വംഭരൻ എന്നൊരാൾ പറഞ്ഞു, എൻ്റെ നാട്ടിലുള്ള ഒരു പാവപ്പെട്ടൊരു പയ്യനെ ഇന്ന രീതിയിൽ മരണപ്പെട്ടിരിക്കുകയാണ്, അതിന് വേണ്ട നടപടി സ്വീകരിക്കണം, വേണ്ട അന്വേഷണം വേണമെന്നും അദ്ദേഹം പറയുകയും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ സ്ഥലം MLA ആയ അരീക്കര MLA ആയ ഞങ്ങളുടെ സഖാവ് സ്റ്റീഫനും അവിടുത്തെ CA വിളിച്ച് കാര്യം പറഞ്ഞു. ഞങ്ങൾ അവിടെ പോയപ്പോൾ നല്ല രീതിയിലുള്ള എന്നതാണല്ലോ താങ്കൾ സൂചിപ്പിക്കുന്നത്. ഇവിടിപ്പോ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു തർക്കമില്ല. ഈ
വാർഡന് കൂടി ഉത്തരവാദിത്തമുണ്ട് എന്ന് പറയുന്നു. അയാൾക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ ഇതിനോടകം സ്വീകരിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും അറിയിപ്പ് ലഭിച്ചിട്ടുണ്ടോ? ഇവര് നമ്മളിപ്പോൾ രക്ഷാകർത്താവും ആ കുട്ടിയും നേരത്തെ ഇവരെക്കുറിച്ചും ഒരുപാട് ആക്ഷേപങ്ങളൊക്കെ പരാതികൾ കൊടുത്തിരുന്നെങ്കിലും ആ പരാതികളൊക്കെ അവർ പുറത്ത് അകത്ത് മുക്കിക്കളഞ്ഞു. പുറം ലോകം അറിയാതെ മുക്കിക്കളഞ്ഞു. അതൊന്നും അവർ മൈൻഡ് ചെയ്യില്ല. അത് ഈ സ്വാശ്രയ കോളേജിൻ്റെ ഞാൻ അന്വേഷിച്ചപ്പോൾ സ്വാശ്രയ കോളേജിൻ്റെ മിക്ക സ്ഥലങ്ങളിലുമുള്ള അവരുടെ ഒരു രീതിയാണെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ അവർക്ക് അങ്ങനെ അവരിനി എത്ര വമ്പന്മാരായിരുന്നാലും എത്ര വമ്പന്മാരിൽ മാനേജ്മെൻ്റ് ആയിരുന്നാലും ഇവൻ്റെ കൂടെ ഈ നിറകേട് കാണിച്ച ഈ ഉദ്യോഗസ്ഥന്മാരായിരുന്നാലും അവർക്ക് ഞങ്ങൾ ശിക്ഷ വാങ്ങിക്കൊടുക്കാതെ ഞങ്ങൾ സമാധാനപ്പെട്ടിരിക്കില്ല. നാളെ ബഹുമാനപ്പെട്ട CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി MP-യും ആയ റഹീമും ഇവിടുത്തെ MLA-യും ഞാനും പിന്നെ ഈ മരണപ്പെട്ട എൻ്റെ അളിയൻ അശോക് കുമാറും കൂടെ നാളെ DGP-ക്ക് നേരിട്ട് പെറ്റീഷൻ കൊടുക്കാൻ നാളെ 10 മണിക്ക് DGP-യെ കാണാൻ പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ അനുമതി അവിടെ CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി വാങ്ങി സമയം ചോദിച്ചിട്ടുണ്ട്. എല്ലാം പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വന്നാൽ തീർച്ചയായും അത്തരം നടപടികളിലേക്ക് കൂടി കടക്കും. കുറ്റക്കാരായ എല്ലാവർക്കും എതിരെ നടപടികൾക്കുള്ള നീക്കമുണ്ട്. ഇവിടെ ഈ കോളേജിൽ താഴെ വീണ നിലയിൽ കണ്ടെത്തുകയായിരുന്നു നിതിനെ അവസാനം. പിന്നീട് ആശുപത്രിയിലാക്കുന്നു. അവിടെ വെച്ചാണ് മരണം സംഭവിക്കുന്നത്. ഇന്ന് അച്ഛൻ്റെ ഭാഗത്ത് നിന്ന് ഇതൊരു ആത്മഹത്യ ആയിരിക്കില്ല, കുഞ്ഞങ്ങനെ ചെയ്യില്ല എന്ന് ആവർത്തിച്ച് പറയുന്നത് കേട്ടു. മറ്റെന്തെങ്കിലും സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടോ? ഇത് ഞാനും യഥാർത്ഥത്തിൽ പോലീസിന് FIR-ൽ ഞങ്ങൾ മൊഴി നൽകിയത് ഇത് ഒരു ആത്മഹത്യ ആണ് എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ അവിടെ മൊഴി കൊടുത്തത്. അതിൻ്റെ ഒപ്പ് ഇട്ട് കൊടുത്തു. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ സാഹചര്യങ്ങളെല്ലാം ഇങ്ങനെ മനസ്സിലാക്കി വന്നപ്പോൾ ഒരു സംശയത്തിന് ഇടയായിരിക്കുകയാണ്. ഇതൊരു ആത്മഹത്യ അല്ല എന്നുള്ള ഒരു സംശയം. അതിന് വ്യക്തമായ തെളിവ് നമ്മളിലില്ല തരാൻ. വ്യക്തമായ തെളിവോ സാക്ഷികളോ തരാൻ ഇല്ലാത്തത് കൊണ്ട് എങ്കിലും ഒരു സംശയത്തിൻ്റെ വക്കിൽ ഇപ്പോഴും അത് ഇട്ടേക്കാണ് നമ്മൾ. ഇതൊരു ആത്മഹത്യയാണ് എങ്കിൽ പോലും മരണത്തിലേക്ക് തള്ളിവിട്ടതാണ്. അത് കൊലപാതകത്തിന് തന്നെ തുല്യമായ നടപടിയാണ്. അപ്പോൾ അതിലും അപ്പുറം കുടുംബത്തിന് ചില സംശയങ്ങളുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. ഇവിടെ ഈ നിതിൻ്റെ കൂട്ടുകാരുമായിട്ടൊക്കെ സംസാരിക്കാൻ പറ്റിയോ? നിതിൻ അവിടെ അനുഭവിച്ച ദുരിതം വീട്ടുകാർ അറിഞ്ഞതില്ലേ? വീട്ടുകാരോട് പങ്കുവെച്ചതിലും അധികമായിരുന്നു. പല കുട്ടികളും അല്ലെങ്കിൽ ആരും തന്നെ ഈ പുറമേക്ക് സംസാരിക്കാനൊന്നും തയ്യാറാകുന്നില്ല. അവരുടെ ഭാവിയെ സംബന്ധിച്ച് അവർക്ക് ആശങ്കയുണ്ട്. അവരുടെ വീട്ടുകാർ അതിന് സമ്മതിക്കുന്നില്ല. ഒപ്പം തന്നെ മറ്റു വിദ്യാർത്ഥികൾക്കും ഇത്തരം അനുഭവങ്ങൾ, സമാനമായ അനുഭവങ്ങൾ നേരിട്ടു എന്ന തരത്തിലൊക്കെയുള്ള വാർത്തകളുണ്ട്. അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ നിങ്ങൾക്ക്? പറയാനുണ്ട്. അവിടെ ഈ കുട്ടികളുമായിട്ട് ഞങ്ങൾ പല കുട്ടികളുമായി അവിടുത്തെ വിദ്യാർത്ഥികളുമായി ഞങ്ങൾ സംസാരിച്ചു. നാളെ നിങ്ങൾക്കും ഇതാണ് അനുഭവം ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം ഇനി മേലിലെങ്കിലും ഒരു കുട്ടിക്കും ഉണ്ടാകാതെ ഇരിക്കണമെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന സത്യാവസ്ഥകൾ നിങ്ങൾ നമ്മളോടത്ത് പറയണം. ഞങ്ങൾ മനസ്സിലാക്കി അതിന് മുന്നോട്ട് മൂവ് ചെയ്യാനാണെന്ന് പറഞ്ഞപ്പോൾ ആരും ഒന്നും പറഞ്ഞില്ല. പക്ഷേ ഞങ്ങൾ ആ കോളേജിൽ നിന്ന് അവിടെ നിന്നെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഏത് കുട്ടിയുടെ പേരറിഞ്ഞുകൂടാ, അവർ ഏത് നാട്ടുകാരെന്ന് അറിഞ്ഞുകൂടാ. 4 പെൺകുട്ടികൾ ഓടി വന്നു, മാമ നിൽക്കണം, ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ആ കുട്ടികളിൽ നിന്ന് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് ഈ റാമെന്ന് പറയുന്ന ഈ അധ്യാപകൻ ഇയാളെ മാത്രമല്ല അവിടെയുള്ള ഈ പെൺകുട്ടികളായ ഞങ്ങൾക്ക് പോലും മാനസികമായി ഞങ്ങളെ വേദനിപ്പിക്കുന്ന ഒരുപാട് വൃത്തികെട്ട വാക്കുകൾ പറയുന്ന പോയി ചാവടി എന്ന് വെച്ചാൽ ഈ ചാകുന്നത് അയാൾക്കൊരു വലിയ ഹോബിയാണ്. ഒരാളുടെ മരണത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു സാഡിസ്റ്റാണ് ആ റാമെന്ന് പറയുന്ന അവൻ. അങ്ങനെയാണ് അവനെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരു അധ്യാപനം ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. അവനാണ് അവിടെ പട്ടിയെന്ന് പറയാനുള്ള
അർഹനാണ് അവൻ. അവൻ അത്ര വൃത്തികെട്ടവനാണ് അവനെ. കാരണം ഇത്രയും ഒരു വിദ്യാസമ്പന്നനായ ഒരുത്തൻ 10 കുട്ടികൾക്ക് 10 അക്ഷരം പറഞ്ഞു കൊടുത്ത് സമൂഹത്തിൽ നല്ലതായി ജീവിക്കാൻ പറഞ്ഞു കൊടുക്കേണ്ട ഒരുത്തൻ അവനെ ആ കുട്ടിയെ ഒരു പട്ടികജാതിക്കാരന് ആയിപ്പോയത് കൊണ്ട് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുമെന്നായതുകൊണ്ട് പുഴുത്ത പട്ടി എന്ന് പറഞ്ഞ് സംബോധന ചെയ്യുന്ന അവനെ ഞാൻ തിരിച്ച് അവനാണ് പുഴുത്ത പട്ടിയെന്ന് ഞാനിതാ നിങ്ങളുടെ ഈ റിപ്പോർട്ടിൽ കൂടെ ഞാൻ അറിയിക്കുകയാണ്. കാരണം അത്ര വൃത്തികെട്ടനാണോ അവൻ. തീർച്ചയായും എന്തായാലും സമൂഹത്തിനാകെ ശരി അവനെ നിയമത്തിന്റെ പക്കൽ നിന്ന് തീർച്ചയായും ഈ 20-ാം നൂറ്റാണ്ടിൽ ഇപ്പോഴും ജാതി മതത്തിൻ്റെ അന്ധകാരത്തിലേക്ക് പോകുന്നത് വളരെ മോശമായൊരു കാര്യമല്ലേ. കമ്പ്യൂട്ടറും സയൻസും ഒന്ന് വളർന്നു വന്നിരിക്കുകയല്ലേ. ഇപ്പോഴും പഴയ ഇവിടെ ജമിത്വവും അടിമത്വവും ജാതിത്വവും ഒക്കെ ഇവിടെ നടപ്പാക്കുന്നത് വളരെ തെറ്റല്ലേ അത്. തീർച്ചയായും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലാണ് അവിടെ ഒരു അധ്യാപകനാണ് അതിന് നേതൃത്വം നൽകിയിരുന്നത്. തല കുനിച്ച് കേരളം കേൾക്കേണ്ടതാണ്, കാണേണ്ടുന്നതാണ്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം സമയം അനുവദിക്കുമെങ്കിൽ. ഇപ്പോൾ നമുക്കൊപ്പം സിദ്ധാർത്ഥിന്റെ അമ്മ ഷീബ കൂടി ചേരുകയാണ്. ഇനി ഒരിക്കലും ഓർക്കരുതെന്ന് കരുതിയ ഒരുപാട് സംഭവങ്ങൾ ഓർമ്മിപ്പിക്കുന്നതാണ് നിതിന്റെ മരണം, അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകളെന്നറിയാം. താൻ കടന്നുപോയ വേദന അത് ബോധ്യമുള്ളത് കൊണ്ടാകും ഇന്ന് അവിടെ വരെ എത്തി ആ കുടുംബത്തെ കാണാൻ പ്രേരിപ്പിച്ചത്. ഒരു കുട്ടിക്ക് കൂടി സമാനമായ, സിദ്ധാർത്ഥ് എന്താണോ നേരിട്ടത് അതിന് സമാനമായ അനുഭവം ഉണ്ടാകുന്നു എന്നതിനെ എങ്ങനെയാണ് കാണുന്നത്? ഹലോ മാഡം, നമ്മൾ ഈ സംശയത്തിന്റെ വക്കില് എത്താൻ വേറൊരു വിഷയം കൂടെ ഉണ്ടായി. ഇത്രയും ഒരു മൃഗീയമായ ഒരു സംഭവം നടന്നിട്ട് ആ കുട്ടിയുടെ ബോഡി കാണാൻ അവിടെ നിന്ന് ഒരു അധ്യാപകനോ അല്ലെങ്കിൽ അവിടുത്തെ പ്രിൻസിപ്പാളോ ഒരു കുട്ടിയോ ഈ നിതിൻ്റെ വീട്ടിൽ വന്നിട്ടില്ല. കാരണം നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. നമ്മൾ എത്രയോ അനുഭവങ്ങൾ ഏതെല്ലാം സംഭവത്തിന് സാക്ഷ്യം വഹിച്ചവരാണ് നമ്മൾ. അപ്പോൾ അവിടെ ഒന്നും വ്യത്യസ്തമായ രീതിയിലാണ് അവിടെ നിന്ന് ആരെങ്കിലും ഒരാൾ ഇവിടെ വരാത്തത്. ആ സ്ഥാപനത്തിൽ പഠിച്ച് അവിടെ വെച്ച് സംഭവിച്ച ഒരു കുട്ടിയുടെ മരണമല്ലേ. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് വരാത്തതിൻ്റെ പേരിൽ കൂടെ വരുമ്പോൾ ആലോചിക്കുമ്പോൾ ഞങ്ങൾക്ക് അതിൽ കൂടുതൽ ഇത് ആത്മഹത്യയല്ല, ഇതിലെന്തോ ദുരൂഹത, മറ്റേതോ ഒരു ദുരൂഹത ഉണ്ടെന്നുള്ള കാര്യത്തിന് ഒരു ഉറവിടമായി ഈ സംഭവത്തെ ഞാൻ കാണുകയാണ്. കൂടുതൽ സംശയങ്ങൾ ഉയരുന്നു എന്നതാണ്. ഓക്കെ, ഷീബ എന്നെ കേൾക്കാമോ? ഞാൻ ചോദിച്ചത് കേട്ടിരുന്നോ? ഹലോ, ഞാൻ ചോദിച്ചത് കേട്ടിരുന്നോ? പറഞ്ഞോളൂ. ഞാനിന്ന് അവിടെ ആ നിതിന്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോ നമുക്ക് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയാ. 2 വർഷമായിട്ട് പോലും നമുക്ക് ആ ദുഃഖത്തിൽ നിന്ന് ഒരു അംശം പോലും കുറഞ്ഞിട്ടില്ല. അപ്പോ ഇനി അവർ എത്ര കാലം പിടിച്ചു നിൽക്കുമെന്നൊന്നും അറിയില്ല. ആ അമ്മയ്ക്കും അച്ഛനും അവര് എല്ലാ രീതിയിലും ശരിക്കും അവര് ക്ഷീണിതരാണ് എല്ലാ രീതിയിലും. ഞങ്ങൾ അന്നേ പറഞ്ഞു, ഞങ്ങള് തുടക്കം മുതൽ പറഞ്ഞിട്ടുള്ളതാണ്, ഇവർക്കുണ്ടായിരുന്ന ഈ പ്രതികൾ, ഞങ്ങളുടെ കാര്യത്തിൽ പ്രതികൾക്ക് കിട്ടിയ സംരക്ഷണം അല്ലെങ്കിൽ അധ്യാപകർക്കും ഈ പ്രതികളായ വിദ്യാർത്ഥികളെ തിരികെ എടുക്കാനും അല്ലെങ്കിൽ സസ്പെൻഷൻ എന്നുള്ള പേരിന് മാറ്റി നിർത്തി ഒരു പേര് അതിന് മാറ്റി നിർത്തിയിട്ട് തിരികെ എടുക്കാൻ നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തുണ്ടായ എല്ലാ കാര്യങ്ങളും അവർക്കൊരു ഒത്താശയാണ്. ഒത്താശ എന്ന് പറയുമ്പോൾ ഈ ഡീനിനെ അസിസ്റ്റന്റ് വാർഡനെ എം.കെ. നാരായണനെ കാന്തനാഥനെ തിരികെ എടുക്കാൻ വേണ്ടി അവിടെ ബക്കറ്റ് പിരിവുകൾ നടത്തി അവരെ സംരക്ഷിക്കാനുള്ള ആളുകളുണ്ട്. പക്ഷെ എത്രത്തോളം കുറയുന്നുണ്ടോ അത്രയും ഇതുപോലെ ഇനിയും നമ്മൾ കാണേണ്ടി വരുന്നു. ഞങ്ങൾ അന്ന് മുതലേ പ്രാർത്ഥിക്കുന്നതാണ്, ഒരു കുടുംബത്തിലെ ഇനി ഇതുപോലൊരു വിഷമം ഉണ്ടാകരുത്. അതിനുവേണ്ടി ഞങ്ങൾ അന്ന് മുതൽ ഇന്ന് വരെ ഈ കേസിന്റെ പുറകെ നടക്കുകയാണ്. ആർക്കും സഹിക്കാൻ പറ്റില്ല. അപ്പോ അത് ഇനി ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും? വീണ്ടും അത് തന്നെ ഉണ്ടാകുന്നുവെങ്കിൽ കാരണം ശിക്ഷയുടെ ഇളവ് തന്നെയാണ്. 19 പ്രതികളെയും സംരക്ഷിക്കാൻ വേണ്ടി അവിടെ ഈ 19 പ്രതികളും കൂടെ ബാക്കി കുറച്ചു പേരുണ്ട്, അത് പുറത്തുപോലും വന്നിട്ടില്ല. അവരെ സംരക്ഷിച്ച അവിടുത്തെ എല്ലാ പേരും SFIയുടെ യൂണിയൻ നേതാക്കളും അതിലെ പ്രവർത്തകരുമാണ്. അപ്പൊ അവരെ സംരക്ഷിക്കാൻ വേണ്ടി പല ഭാഗത്തു നിന്നാണ് പല രീതിയിലും സംരക്ഷണം ഉണ്ടായിട്ടുള്ളത്. അന്ന് മുതൽ അന്നത്തെ രാത്രി
കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് തീരും മുൻപേ അവിടെ ആഹ്ലാദ പ്രകടനം നടത്തി. എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ മരണം എന്ന് ഞങ്ങളെ അറിയിച്ചു. അപ്പൊ ഞങ്ങളത് വിശ്വസിച്ചു എന്നുള്ളതിൽ ഈ 19 പേരും കുഞ്ഞിന്റെ കൂടെ ഇവിടെ ചടങ്ങിലെല്ലാം പങ്കെടുത്തിട്ട് അവർ തിരികെ പോയത് സന്തോഷത്തോടെയാണ്. അതായത് അവർക്ക് പേടിയില്ല, ഈ സംരക്ഷിക്കാൻ ആളുണ്ട്, ഇനി നമുക്ക് പേടിക്കണ്ട. 1 മാസം അല്ലെങ്കിൽ 2 മാസം. അധ്യാപകർക്ക് അങ്ങനെയാണ്. അധ്യാപകർക്കായിരുന്നാലും 1 മാസം പുറത്തു നിന്നാൽ കൂടുതൽ ശമ്പളത്തോടു കൂടി തിരികെ അവർക്ക് ഉത്തമമായ ഒരു സ്ഥലത്ത് തിരികെ എത്താം എന്നുള്ള ഒരു ധൈര്യമാണ് ഈ നിതിന്റെ. തീർച്ചയായും അത് അങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാൻ അതും ഒരു കാരണമാണ് ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറയുന്നതും ഞാൻ കേട്ടിരുന്നു. ഈ നിതിന്റെ സംഭവത്തിലും നിതിൻ ചെറുത്തു നിൽക്കാൻ മാക്സിമം ട്രൈ ചെയ്തു. സിദ്ധാർത്ഥിന്റെ സംഭവത്തിലും നമുക്കറിയാം സിദ്ധാർത്ഥും എങ്ങനെയാണ് ആ ചെറുത്തു നിൽപ്പിന് ശ്രമിച്ചതെന്ന്. സമാനതകൾ ഒരുപാട് തോന്നുന്നുണ്ടോ ഈ 2 സംഭവങ്ങളിലും? എന്നിട്ട് ആ ചെറുത്തുനിൽപ്പ് പാഴാക്കി രണ്ടുപേർക്കും അവരെ രണ്ടുപേരെയും മരണത്തിലേക്ക് തന്നെ തള്ളിവിടുന്ന തരത്തിൽ, അല്ലെങ്കിൽ മരണത്തിന് വേണ്ടി ആ രീതിയിൽ തള്ളിവിടുന്ന തരത്തിൽ ശ്രമങ്ങൾ ഉണ്ടായി എന്നാണ് മനസ്സിലാകുന്നത്. ആ സംഭവങ്ങളിൽ ഒരു സമാനത തോന്നുന്നുണ്ടോ? അതെ, ഇതിന്റെ കാര്യത്തിലും ഇതൊരു ആത്മഹത്യ എന്ന് പറയാൻ എനിക്ക് തോന്നുന്നില്ല. കൊല തന്നെയാണ്. ആ കുട്ടിക്ക് അത്രയും പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അവൻ അത് ചെയ്യില്ല. അത്രയും പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും അവൻ പഠിക്കും. അതല്ലെങ്കിൽ അവന്റെ കുടുംബം കണ്ടാൽ അറിയാം അവൻ എന്ത് ആഗ്രഹിച്ചിരുന്നു, അല്ലെങ്കിൽ എവിടെ എത്തണമെന്ന് അവന് അത്രത്തോളം ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു മെറിറ്റ് സീറ്റിൽ കയറണമെങ്കിൽ അതിപ്പോ എത്രത്തോളം കഷ്ടപ്പെടണമെന്ന് അറിയാം. ആ കുട്ടി അങ്ങനത്തെ ഒരു ലക്ഷ്യത്തോടെയാണ് പോയിരിക്കുന്നത്. അപ്പൊ അത്രയും സഹിച്ചുവെങ്കിൽ ഇതൊരു ആത്മഹത്യ ആയിരിക്കില്ല, ഉറപ്പാണ്. നമ്മുടെ മോനെ പൂക്കോട് പോയപ്പോ അവർ ആദ്യം പറഞ്ഞതാ ഇതൊരു സാധാരണ മരണമാണ്, വേറെ ഒരു അസ്വാഭാവികത ഒന്നും കാണാനില്ല. ഓരോ മണിക്കൂർ കഴിയും തോറുമാണ് നമ്മൾ ഓരോന്നും അറിഞ്ഞു തുടങ്ങിയത്. ഓ, എന്തെല്ലാം അവിടെ മറച്ചിരുന്നു, അവിടെ മറയ്ക്കാൻ ആരൊക്കെ അവിടെ രാത്രി എത്തിയിരുന്നു എന്നുവരെ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. എല്ലാം നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തു നിന്നാണ്. അവരെന്തൊക്കെ ഈ ഡീനി അസിസ്റ്റന്റ് വാർഡനെ നിയമപരമായി സഹായിക്കാൻ വേണ്ടി അവർ തിരികെ എടുക്കുന്നതിന് വേണ്ടി ബക്കറ്റ് പിരിവ് വരെ നടത്തിയിരുന്നു. അതിനകത്ത് ഇവർ തിരികെ എടുക്കാൻ വേണ്ടി സച്ചിന്റെ അവിടെ കാണിച്ചു കൂട്ടാത്ത കാര്യങ്ങളില്ല എന്നാണ് അറിഞ്ഞത്. അപ്പോൾ ഇവരുടെ സംരക്ഷണ വലയം വളരെ വലുതാണ്. അത് ഉള്ളിടത്തോളം കാലം ഈ പ്രതികളുടെ എല്ലാ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാലും അറിയാം അവരുടെ പാർട്ടിപരമായിരുന്നാലും മറ്റുള്ള ക്രിമിനൽ മൈൻഡുള്ള കുട്ടികളാണ്. ഈ സംഭവത്തിൽ നിതിന് നീതി കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ അമ്മ? കാരണം ഇന്ന് വളരെ നിസ്സഹായ അവസ്ഥ സ്വന്തം അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് സൂചിപ്പിക്കുകയുണ്ടായി. ഇപ്പോൾ നിതിന്റെ അമ്മാവൻ പറഞ്ഞത് നമ്മൾ കേട്ടു. അവർ ഒരു തരത്തിലും വിട്ടുവീഴ്ച ചെയ്യില്ല, നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് പറയുന്നു. നിതിന് നീതി കിട്ടുമെന്ന് അമ്മ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഞാൻ ഒന്നും ചിന്തിക്കുക, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആരുടെ കുഞ്ഞായിരുന്നാലും നമ്മുടെ ഭാവി തലമുറയാണ്. നമ്മൾ അവരുടെ വീടുകളിൽ ഒന്നും വരാൻ കാത്തിരിക്കാതെ അടുത്തത് നമ്മുടെ കുഞ്ഞാകുമോ എന്നുള്ള രീതിയിൽ എല്ലാവരും ഒന്നിച്ചു നിന്ന് നീതിക്കായി പോരാടുക. ഇതേ എനിക്ക് പറയാനുള്ളൂ. നമ്മുടെ വീട്ടില് നമ്മളത് മാത്രം എന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ എല്ലാ പേർക്കും ഇതെപ്പോ വേണോ ഉണ്ടാകാം. നമ്മൾ ഒരു വിശ്വാസമില്ല, നമുക്ക് പഠിക്കാൻ പറഞ്ഞു വിടുന്ന ഒരമ്മമാർക്കും ഒരു വിശ്വാസമില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ അമ്മ അല്ലെങ്കിൽ അച്ഛൻ അവരെ വിശ്വസിക്കുന്ന പോലെ നമ്മൾ പണ്ടേ മുതൽ വിശ്വസിക്കുന്ന കൂട്ടരാണ് അധ്യാപകര്. അവർ പോലും നമുക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു പോയാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് മാതാപിതാക്കളടുത്ത് ഞാൻ പറയുന്നത് ഒന്നിച്ചു നിൽക്കുക. ഇനി നമുക്കൊരു കുട്ടി ഇനിയെങ്കിലും ഒന്നും ഉണ്ടാകാതിരിക്കുക. അതിനുവേണ്ടി തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി ഒന്നിച്ചു നിൽക്കുക. അതിപ്പോ അവരെ സപ്പോർട്ട് ചെയ്യാൻ ഏത് രീതിയിലായിരുന്നാലും സപ്പോർട്ട് ചെയ്യുക. എനിക്ക് പറയാനുള്ളത് അവരുടെ ആ ജീവിതം ഇനിയിപ്പോ ഒരു മോനാണ്, നമുക്കറിയാലോ അവരെന്തെല്ലാം പ്രതീക്ഷയായിരുന്നു. തീർച്ചയായും ആ കുടുംബത്തെ സംബന്ധിച്ച് അവരുടെ എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുന്നു. അവർ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം തീരാ നഷ്ടം തന്നെയായിരിക്കും, ആർക്കും നികത്താൻ പറ്റാത്ത നഷ്ടം തന്നെയായിരിക്കും ഉണ്ടായിട്ടുള്ളത്. ഞാൻ തിരിച്ചെത്താം. വിശ്വംഭരൻ അമ്മാവൻ തുടരുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞുവല്ലോ. മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടിട്ടുണ്ട്, റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്.
ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാനുമായി BJP നേതാക്കൾ സംസാരിച്ചിട്ടുണ്ട് എന്നതിന്റെ വിവരം വരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഇടപെടലിനുള്ള സാധ്യത, ഇപ്പോൾ സസ്പെൻഷനാണ് ഉണ്ടായിട്ടുള്ളത്, മറ്റ് നടപടികളിലേക്ക് ഈ അന്വേഷണം പുരോഗമിക്കുമ്പോൾ പോകും എന്നതിന്റെ സൂചനകളൊക്കെ ഉണ്ട്. ഇതിൽ കുടുംബം ഇനി ആവശ്യപ്പെടുന്നത് എന്താണ്? ഏത് അന്വേഷണത്തിലാണ് നിങ്ങൾക്ക് വിശ്വാസമുള്ളത്? ആരെ സമീപിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്? ഞങ്ങൾ നാളെ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, നാളെ നമ്മളെ MLA-യും CPM-ൻ്റെ ജില്ലാ സെക്രട്ടറിയും MP-യും ഞാനും ഈ മരണപ്പെട്ട നിതിൻ രാജിൻ്റെ സഹോദരിയുടെ ഭർത്താവും കൂടിയായ അശോക് കുമാറും ഞങ്ങൾ 4 പേരും നാളെ 10 മണിക്ക് DGP-യെ കാണാൻ പോകുന്നുണ്ട്. നമ്മളൊന്നും മനസ്സിലാക്കേണ്ട ആ കുടുംബത്തിൻ്റെ നിവൃത്തികേട്. അവർ വാടക വീട്ടിലാണ്. ഈ നിതിൻ രാജിൻ്റെ അച്ഛന് പെയിൻറ്റിങ് ജോലിയാണ്, അമ്മ തൊഴിലുറപ്പിന് പോവുകയാണ്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനങ്ങളുടെ ഒരു അംശം നീക്കി വെച്ചാണ് ഈ കുട്ടിയെ അവൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും എല്ലാത്തിനും A+ ആയിരുന്നു. അതേപോലെ +2 പഠിക്കുമ്പോഴും എല്ലാത്തിനും A+. പഠിക്കാൻ നല്ല മിടുക്കനാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാധാരണ ഒരു അർത്ഥപട്ടിണിക്കാരനായ ഒരു കുടുംബത്തിലെ ഒരു കുട്ടി ഈ രീതിയിൽ പഠിക്കാൻ പോയപ്പോൾ അവനവിടെ ഉണ്ടായ ഒരു മാനസിക പീഡനം, അതും ആ രക്ഷകനാവേണ്ടവൻ അധ്യാപകൻ രക്ഷകനാവേണ്ടവനാണ്. അവൻ ശിക്ഷകനായി അവൻ്റെ ശവശരീരം അവൻ പറഞ്ഞതുപോലെ ഇവിടെ കൊണ്ടുവന്നു. അപ്പോൾ ഈ റാമും ഈ സംഗീത ടീച്ചറും മറ്റേ കമലും ഒന്ന് വിചാരിക്കേണ്ടത്, അവിടുത്തെ മാനേജ്മെൻറ്റും കോളേജിലെ മാനേജ്മെൻറ്റും ഒന്ന് വിചാരിക്കാനുള്ളത്, നിതിൻ രാജ് എന്ന് പറഞ്ഞ അയാളുടെ കുടുംബം വലിയ ഒരു പാവപ്പെട്ടവനായി പോയതുകൊണ്ട് അവന് മുന്നോട്ട് പോകാൻ ആളില്ല എന്നൊരു തെറ്റിദ്ധാരണ അവരുടെ മനസ്സിലുണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് തെറ്റി. ഞങ്ങളുടെ നിതിൻ രാജിൻ്റെയും ഞങ്ങളുടെയും കുടുംബത്തിന് വേണ്ടി CPIM എന്നുള്ള ഒരു മഹാപ്രസ്ഥാനം മുന്നിട്ടിറങ്ങും. ഇന്ന് CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ഗോവിന്ദൻ മാസ്റ്റർ ഈ നിതിൻ രാജിൻ്റെ അച്ഛനെയും അമ്മയെയും സഹോദരങ്ങളെയും ആശ്വസിച്ചു പോയി. വീട്ടിൽ വന്ന് മരണത്തിന് വന്നു. അവരോട് പറഞ്ഞു, നിയമത്തിൻ്റെ കുറ്റവാളികൾക്കെതിരെ നിയമത്തിൻ്റെ അങ്ങ് അറ്റം വരെ നമ്മൾ പോകുമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. അതേപോലെ പിന്നെ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി അദ്ദേഹവും വന്ന് മുഖ്യമന്ത്രി സ്ഥലത്തില്ല, മുഖ്യമന്ത്രി വന്നാലുണ്ടെന്ന് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട്, അപ്പോൾ ഇതിൽ മന്ത്രി അവിടെ നിന്ന് ഞങ്ങളെ മുന്നിൽ നിന്ന് വീട്ടിൽ നിന്ന് വിളിച്ചപ്പോൾ, ശിവൻകുട്ടി വിളിച്ചപ്പോൾ പറയാൻ കഴിഞ്ഞത്, അവിടുത്തെ SP പറഞ്ഞത് ഇതിനൊരു പ്രത്യേക അന്വേഷണ സംഘത്തിന് തന്നെ നമ്മൾ നിയമിച്ചു കഴിഞ്ഞു എന്നാണ് മിനിസ്റ്റർ ശിവൻകുട്ടി പറഞ്ഞപ്പോൾ അവരവിടുന്ന് ഇങ്ങോട്ട് മറുപടിയായി പോലീസ് SP പറഞ്ഞത്. എന്തായിക്കോട്ടെ, പക്ഷേ എന്തായാലും നമുക്ക് പോലീസിൻ്റെ ഭാഗത്തു നിന്നും സത്യസന്ധമായ ഒരു അന്വേഷണവും കുറ്റവാളികൾക്കെതിരായ കർക്കശമായ നടപടി, അവൻ ഏത് കൊമ്പനായാലും അവനെ കയ്യാമം വയ്ക്ക് അവനെ കൽത്തുറുങ്കിൽ അടയ്ക്കുന്നതുവരെ ഞങ്ങളുടെ നിയമ പോരാട്ടം തുടരും എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ശരി, നീതി കിട്ടും വരെ പോരാട്ടം തുടരും എന്നതാണ്. വളരെ നന്ദി ശ്രീ വിശ്വംഭരൻ, ഒപ്പം തന്നെ ഷീബ ഞങ്ങളോട് സഹകരിച്ചതിന്. ഞാൻ മറ്റതിഥികളിലേക്ക് പോവുകയാണ്. SFIയെ പ്രതിനിധീകരിച്ച് ആദിൽ, ഒപ്പം തന്നെ ദളിത് ആക്ടിവിസ്റ്റ് മൃദുല ദേവി എന്നിവരാണ് നമുക്കൊപ്പം ചേരുന്നത്. മൃദുല, എന്നെ കേൾക്കാൻ പറ്റും എന്നതാണ് ഞാൻ കരുതുന്നത്. നമ്മൾക്ക് ഒരിക്കലും ഇപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുമോ എന്ന് ഇത് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുകയാണ്. ജാതി പറഞ്ഞ് പുഴുത്ത പട്ടി എന്ന് മറ്റു കുട്ടികൾക്ക് മുന്നിൽ വെച്ച് പറഞ്ഞ് ഒരു ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഒരു അധ്യാപകൻ ഒരു കുട്ടിയെ അപമാനിച്ച് ജാതി പറഞ്ഞ് അതിനെ മരണത്തിലേക്ക് തള്ളിവിട്ടിരിക്കുന്നു നമ്മുടെ നാട്ടിൽ. കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം, പറഞ്ഞോളൂ. ഓക്കെ. കേരളത്തിലെ ഇത് രജനീയ സാനന്ദ് അങ്ങനെ നിരവധി വിദ്യാർത്ഥി സംഘങ്ങള്, നിരവധി വിദ്യാർത്ഥികൾ ഇതുപോലെ ഈ ജാതിയുടെ പേരിൽ അപമാനിക്കപ്പെട്ടിട്ടുണ്ട്, അവര് മരണപ്പെട്ടിട്ടുമുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലെ ജാതി കൊലകള്, കെവിന്റെ വിഷയം, അതുപോലെ തേങ്കുറിശ്ശിയിൽ അനീഷ്, ആതിര, അങ്ങനെ ഒരുപാട് പേര് മരണത്തിലും, ഇതുപോലെ നമ്മളൊക്കെ തന്നെ സിദ്ധാർത്ഥന്റെ ഇതേപോലെ തന്നെ നമ്മൾ ന്യൂസ് 18 ഇതുപോലെ വിഷയം സംസാരിച്ചിട്ടുള്ളതുമാണ്. പക്ഷെ ഇത് ഒരു തുടർ പരമ്പര പോലെ ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇപ്പൊ കേരളത്തിനകത്ത് കലാലയങ്ങൾ ഒരിക്കലും ജാതി വിമുക്തം ആയിട്ടില്ല ഇതുവരെ. പ്രത്യേകിച്ച് അധ്യാപകര് വിദ്യാർത്ഥികൾക്കിടയിൽ ഈ സോഷ്യൽ ആങ്സൈറ്റി എന്ന രീതിയിൽ
ജാതി പുതിയ രീതിയിലേക്ക് മാറിയതിനെ പറ്റി അത്ര അവെയർ ആയിട്ടൊന്നുമില്ല. അവരുടെ വിചാരം ഇപ്പൊ കുഴി കുത്തി കഞ്ഞി കുടിക്കുക, അല്ലെങ്കിൽ പൂഹോയ് എന്ന് വിളിക്കാതിരിക്കുക, എന്നിങ്ങനെയൊക്കെ പറയുമ്പോൾ പിന്നെ ജാതിയില്ല, എല്ലാവരും തുല്യരാണ് എന്നുള്ള രീതിയിലാണ് ഇവർ കരുതുന്നത്. ഇപ്പം 2010 ശേഷം, അതായത് അല്ലെങ്കിൽ 2000 തുടങ്ങിയതോടെ വളരെയധികം വിദ്യാർത്ഥികൾ പ്രൊഫഷണൽ രംഗത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ പാഷനാണ് അവരത്. ഇപ്പൊ പൊതുവിലൊരു അധ്യാപക സമൂഹം കരുതുന്നത് ചിലപ്പോൾ അവർ ഈ അധ്യാപകർ രാവിലെ അവരുടെ വീട്ടില് ആശ്രിതരായിട്ട് നിൽക്കുന്നവരല്ല, അവരുടെ പറമ്പിൽ പണിക്കൊക്കെ നിൽക്കുന്നവരെ അവരെങ്ങനെയാണോ കരുതുന്നത്. അപ്പൊ ഇവിടെ അത്തരം തൊഴിലുകൾക്കൊന്നും ഇത്തരം ജൈവിക തൊഴിലിനൊന്നും ഒരു ഡിഗ്നിറ്റി കൊടുത്തിട്ടില്ല. അപ്പൊ അവരുടെ തന്നെ കാറ്റഗറിയിൽപ്പെട്ട വിദ്യാർത്ഥികൾ ഇവരെ മീനിയലായിട്ട് കരുതുന്ന അവരുടെ സാരി തേച്ചു കൊടുക്കുന്നതും, ഇതുപോലെ ഇവരുടെ കക്കൂസും കുളിമുറിയും ഒക്കെ കഴുകി കൊടുക്കുന്നതും, ഇവരുടെ വീട്ടിലെ രോഗികളെ കുളിപ്പിച്ചും ഒക്കെ കൊടുക്കുന്ന ആളുകളുടെ മക്കൾ ഇവിടെ വന്ന് ഡോക്ടറായിട്ട് ഇരിക്കുമ്പോൾ അവരെ പുഴുത്ത പട്ടിന്ന് വിളിക്കാനുള്ള സംസ്കാരം മാത്രമേ അധ്യാപകർക്കായിട്ടുള്ളൂ. അപ്പൊ ആ അധ്യാപകര് ഈ റാമെന്നോ സംഗീതയോ എന്നൊക്കെ ഉള്ള പേരിലുള്ള പല അധ്യാപകരെയും പ്രൊട്ടക്ഷൻ ഷീൽഡിൽ നിർത്തുന്നതിന് പിന്നിൽ എല്ലാ സർക്കാരിനും കൃത്യമായ പങ്കുണ്ട്. എങ്ങനെ പറയുമ്പോഴും, കാരണം ഈ ഡെന്റൽ കോളേജുകൾക്കകത്തൊക്കെ സ്റ്റാഫ് റൂമിനകത്ത് അവരെന്ത് ഈ പിള്ളേരെ കാണിക്കുന്നു എന്നുള്ളതിനെ പറ്റി യാതൊരു തരത്തിലുള്ള കൃത്യമായ ഒരു ചട്ടവും കടന്നു പോകുന്നില്ല. അവരുടെ തോന്നിയവസത്തിന് അവർ പല കുട്ടികളെയും പറയുന്നു. പല കുട്ടികളും റാഗിങ്ങിന് ഇരയാകുമ്പോഴും ഇത്തരം വിഷയങ്ങൾക്കകത്ത് അവർ അകപ്പെടുമ്പോഴും ഒന്നും തന്നെ ചോദ്യം ചെയ്യാനായിട്ടൊരു സംവിധാനം അവിടെ ഉണ്ടാകുന്നില്ല. പുറത്തിങ്ങനെ നടക്കുന്നുള്ളതിനെ പറ്റിയൊന്നും ഗവൺമെന്റ് ശക്തമായ ഒരു വാണിംഗ് ഗവൺമെന്റ് തന്നെ കൊടുക്കാവുന്നതാണ്. അത് കൊടുക്കത്തില്ല. ഇവരെന്തു ആയിക്കോട്ടെ എന്നുള്ളതാണ്. അപ്പൊ അവസാനം മരിച്ചു കഴിയുമ്പോൾ ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. മരിച്ച ആൾക്ക് എന്ത് മേടിച്ചു കൊടുത്തിട്ടാണ്? ഇപ്പൊ സിദ്ധാർത്ഥിന്റെ അമ്മ ഇരുന്ന് കരയുന്നത് പോലെ എന്ത് വാങ്ങിച്ചു കൊടുക്കുമെന്നാണ് പറയുന്നത്. ഇവർക്ക് സസ്പെൻഷൻ കിട്ടുമ്പോൾ ഇത് കൊടുത്തത് കൊണ്ട് തീരുവോ? ഇങ്ങനെ നടക്കാതിരിക്കാൻ എന്ത് ചെയ്യും എന്നാണ് നോക്കേണ്ടത്. കൂടെയുള്ള ഒരൊറ്റ വിദ്യാർത്ഥികൾക്ക് നിൽക്കാൻ പറ്റില്ല, കാരണം അവരുടെ ഇന്റേണൽ മാർക്കിനെ ഇത് അഫക്ട് ചെയ്യും. കോളേജിനകത്ത് അനുഭവിക്കുന്നത് അവർ പുറത്ത് പറയത്തില്ല. ഞാൻ ക്യാമറ ഓണാക്കിയാണ് ഇരിക്കുന്നത്, എന്താണെന്ന് അറിയുന്നില്ല. അവിടുന്ന് പറയുന്നത് ക്യാമറ ഓൺ ആയിരുന്നില്ല എന്നാണ് പറയുന്നത്. ഞാൻ ഇത്രയും നേരം കാണുന്നുണ്ടായിരുന്നു, ഇപ്പോ ക്യാമറ ഓഫ് ആണ് എന്ന്. ടെക്നിക്കൽ പ്രോബ്ലം ആണെങ്കിൽ ആരോടെങ്കിലും ഓക്കെ. അപ്പൊ ഇത്തരം ഓരോ വിഷയങ്ങൾ വരുമ്പോൾ, ഏതെങ്കിലും ഒരു വിഷയം വരുമ്പോൾ ഒരാൾ മരിച്ചു കഴിയുമ്പോൾ ഞങ്ങൾ നീതി ഉറപ്പാക്കി കൊടുക്കാം, ഞങ്ങൾ ഏതറ്റം വരെ പോകാനാണ്, കുഴിമാടത്തിൽ നിന്ന് തിരിച്ചെടുത്തുകൊണ്ട് അവർക്ക് ജീവൻ കൊടുക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നോക്കണം. ഈ സമൂഹങ്ങൾ പലപ്പോഴും പല വിദ്യാർത്ഥികൾ, ഇപ്പൊ നമ്മുടെ സ്കൂൾ ക്ലാസ്സിനുകൾക്കകത്ത് ടീച്ചേഴ്സ് ജാതിപരമായി ഇടപെടുന്നില്ല, അല്ല കൂടെയുള്ള വിദ്യാർത്ഥികൾ ജാതിപരമായി ഇടപെടുന്നില്ല എന്ന് പറയുന്നത് ഒറ്റക്കാഴ്ചയിൽ പറയുന്നതാണ്. പലതരത്തിലും പലയിടങ്ങളിൽ പല വിഷയങ്ങളിലും സാമൂഹികമായ ഒരു ഒറ്റപ്പെടുത്തൽ ഈ കുട്ടികൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇത് സോഷ്യൽ ആങ്സൈറ്റി എന്ന വംശീയ പഠന വിഭാഗവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇത്തരം വിഷയങ്ങൾക്കകത്ത് ഇതുപോലെ മാർജിനലൈസ്ഡ് സമൂഹങ്ങളിൽ നിന്നും ഉള്ള വിദ്യാർത്ഥികൾ കടന്നു വരുമ്പോൾ അവരുടെ അടുത്ത് ഇടപെടുന്ന ഒരു രീതിയിൽ അവർക്ക് പലപ്പോഴും അധ്യാപകർക്ക് പല രീതിയിലും അറിയുന്നില്ല. കാരണം ഇവർ പൊതുമുഖ്യധാരയിലേക്ക് കടന്നു വരുമ്പോൾ ഓഡ് വൺ ഔട്ടായിട്ട് ഇവരെ തരംതിരിക്കാനുള്ള ഒരു മെക്കാനിസം കോളേജുകൾക്കകത്ത് ഉണ്ട്. അപ്പൊ ഇത് വളരെ നല്ല ആത്മാർത്ഥതയുള്ള ഒരുപാട് അധ്യാപകരുണ്ട്. പലപ്പോഴും ഇത്തരമുള്ള ചില അധ്യാപകർ മാത്രമാണ് ഇവരെ ചേർത്ത് പിടിക്കുന്നത്. പക്ഷെ ബഹുഭൂരിപക്ഷം വരുന്ന അധ്യാപകർക്ക് പുച്ഛമാണ് മുന്നിൽ നിൽക്കുന്നത്. അപ്പൊ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പിഴവുകളെ അല്ലെങ്കിൽ ഒരു തെറ്റുകളെ എക്സാഗറേറ്റ് ചെയ്യുകയും ഇവരൊക്കെ ഇങ്ങനെയുള്ളവരാണെന്നുള്ള തരത്തിലുള്ള ഒരു പഠിപ്പിക്കലും ഇവർ കൊടുക്കുകയും ചെയ്യും. ഈ അധ്യാപകർ പരസ്യമായിട്ട് ഇൻസൾട്ട് ചെയ്യുക, പരസ്യമായിട്ട് മിസ്യൂസ് ചെയ്ത ബാഡ് വേർഡ്സ് ഇവരെ കുട്ടികളെ പറയുക, അല്ലെങ്കിൽ ആ കുട്ടികളുടെ പാരന്റ്സിനെ അവിടെ ഡിമീൻ ചെയ്യുക അവരുടെ മുമ്പിൽ നിന്നൊക്കെ ഉള്ളത് വളരെ കൃത്യമായ രീതിയിലും ക്രിമിനൽ കുറ്റങ്ങളാണ്. പക്ഷെ ഇതൊക്കെ ഈ നാളത്തെ പ്രൊഫഷണലുകളായി പൊതുമുഖ്യധാരയിൽ ഇറങ്ങേണ്ട വിദ്യാർത്ഥികളെയാണ് ഇങ്ങനെ പറയുന്നത്. അവരുടെ മനസ്സിനകത്തുണ്ടാകുന്ന അന്തസംഘർഷങ്ങളാണ് പലപ്പോഴും ഇത്തരം ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡറോ അല്ലെങ്കിൽ മർഡർ തന്നെയോ ആകുന്നത്. ഇത് എനിക്ക് ഈ മെറിറ്റിനെ ഇല്ലായ്മ ചെയ്യുന്നവരായി ഇവരുടെ കാണുകയാണ്. ഈ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട ഒരു തൊഴിൽ ഇവർ കരുതുന്നുണ്ട്. മാർജിനലൈസ്ഡ് സമൂഹത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ചെയ്യേണ്ട ചില ജോലികൾ ഏതൊക്കെയാണെന്നുള്ളത് ചിലപ്പോൾ എല്ലാ അധ്യാപകരും അല്ലെ, ഇപ്പൊ റാമിനെ പോലെ സംഗീതയെ പോലെയുള്ള അധ്യാപകർക്ക് ഒരു ചട്ടക്കൂടിനകത്ത് അവർ വെച്ചിട്ടുണ്ട്. അവരുടെ മക്കൾ എങ്ങനെയാകണം എന്നുള്ളതും അവരെ ഞങ്ങൾക്ക് എന്തും വിളിക്കാം എന്നുള്ളതും ഉണ്ട്. ഇദ്ദേഹത്തിന്റെ പേരിന്റെ അറ്റത്ത് നല്ല വാലൊന്നും ഇല്ലായിരുന്നു എന്നുള്ളതാണ്. നമ്മുടെ നിതിൻ രാജിന്റെ അറ്റത്ത് നിതിൻ വാര്യരെന്നോ നിതിൻ അയ്യർന്നോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നിതിൻ ഇന്നിവിടെ ജീവിച്ചിരുന്നേനെ. അല്ല, നിതിന്റെ നിറം പ്രശ്നമാണ്, നിതിന്റെ ജാതി പ്രശ്നമാണ്. നിതിനെ സംവരണത്തിലൂടെ കിട്ടുന്ന അഡ്മിഷൻ കിട്ടുന്നവരെ ഈ മെറിറ്റ് അട്ടിമറിക്കുന്നവരായി കാണുകയാണ്. മെറിറ്റ് അട്ടിമറിച്ച് മറ്റുള്ളവർക്ക് കിട്ടേണ്ട അവസരം ഇല്ലാതാക്കി വരുന്നവരായി കാണുകയാണ്.
ഒപ്പം നിതിന്റെ സാമ്പത്തികം, ഈ സാമ്പത്തികം വെച്ച് നീ ഇതൊക്കെ എങ്ങനെ പഠിക്കും, നിനക്ക് എങ്ങനെ പറ്റും എന്ന് കളിയാക്കുകയാണ്. അപ്പോൾ എന്തിനൊക്കെയാണ് ഒരു വിദ്യാർത്ഥി മറുപടി പറയേണ്ടി വരുന്നത്? മാർജിനലൈസ്ഡ് സമൂഹങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഇപ്പൊ ഈ മേഖലയിലോട്ട് വരുന്നത് പാരമ്പര്യ സ്വത്തുകളൊന്നും എടുത്തുകൊണ്ടല്ല വരുന്നത്. പലപ്പോഴും ഇവരുടെ അച്ഛനും അമ്മയും അതുപോലെ തന്നെ ഇവരുടെ ബന്ധുക്കളും ഒക്കെ തന്നെ പരസ്പരം ഒരു സഹായം ഹെൽപ്പൊക്കെ ചെയ്തുകൊണ്ടും പലിശയ്ക്ക് പൈസയൊക്കെ എടുത്തുകൊണ്ടായിരിക്കും ഇവർ വരുന്നത്. ഇപ്പൊ ഈ പിള്ളേർ അവിടെ വന്നിരിക്കുമ്പോൾ തന്നെ ഇവർക്ക് പലയിടങ്ങളിലും ഇവർക്ക് മാർജിനലൈസേഷൻ ഉണ്ടാകും. ഇവരുടെ കയ്യിൽ ഇരിക്കുന്ന ലാപ്ടോപ്പ് കാണുമ്പോൾ അറിയാം ഇത് ഏത് വിഭാഗത്തിൽ നിന്ന് വരുന്നതാണെന്ന് ഈ അധ്യാപകർക്ക് കൃത്യമായിട്ട് അറിയാം. പഞ്ചായത്തിൽ നിന്ന് ലാപ്ടോപ്പിന്റെ മേടിച്ചുകൊണ്ട് വരുന്നതും അതല്ല, വളരെ എല്ലാ ഫെസിലിറ്റീസും ഉള്ള ലാപ്ടോപ്പിന്റെ വില അടിസ്ഥാനത്തിലും ഒക്കെ തന്നെ അധ്യാപകർ തരംതിരിക്കുന്നതിനെ പറ്റി വ്യക്തമായ അറിവുകൾ നമുക്കുണ്ട്. കുട്ടികൾ നമ്മളോട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കാലിലിട്ട ഷൂസിന്റെ ബ്രാൻഡ് വെച്ചുകൊണ്ട് കുട്ടികളെ തരംതിരിക്കും. ഫോട്ടോ എടുക്കുമ്പോൾ പുറത്തോട്ട് മാറ്റി നിർത്തി തരംതിരിക്കും. ഞാൻ അധ്യാപിക കൂടിയാണ്, അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇതിനെപ്പറ്റിയൊക്കെ വളരെ നമ്മൾ വംശീയ പഠനങ്ങൾ നടത്തുന്നതുകൊണ്ട് ഇത് കുട്ടികൾക്കകത്ത് ഒരു സോഷ്യൽ ആങ്സൈറ്റി ഉണ്ടാക്കുന്നുണ്ട്. ഈ സോഷ്യൽ ആങ്സൈറ്റി അഡ്രസ് ചെയ്യേണ്ട വിഷയമാണ്. ഈ സോഷ്യൽ ആങ്സൈറ്റിയെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്നാണ് പറയുന്നത്. ചേർത്ത് നിർത്തിക്കൊണ്ട് അകറ്റുവാനും അകറ്റി നിർത്തിക്കൊണ്ട് അടുപ്പിക്കുന്നതുമായുള്ള ഒരു മെക്കാനിസമാണ് പല ടീച്ചേഴ്സും ഈ പ്രയോഗിക്കുന്നത്. ഇത് ഞങ്ങൾ ജാതി പറയുന്നില്ല, എടുക്കുന്നില്ല എന്ന് പറയുമ്പോഴും ഈ സോഷ്യൽ ആങ്സൈറ്റിയെ കുഞ്ഞുങ്ങൾക്കിടയിൽ ഭയങ്കരമായ ട്രിഗറുകൾ ഉണ്ടാക്കി ട്രോമ വരുത്തുന്നുണ്ട്. ഈ ട്രോമയാണ് മരണത്തിലേക്ക് ഇവരെ നയിക്കുന്നത്. അതിനെ അഡ്രസ് ചെയ്യുവാൻ വേണ്ടി ഇൻ സർവീസ് കോഴ്സുകൾ, റിഫ്രഷർ കോഴ്സുകളൊക്കെ ഇഷ്ടംപോലെ നടത്തുമ്പോൾ മാർജിനലൈസ്ഡ് സമൂഹത്തിൽ നിന്നുള്ള കുട്ടികൾ കൂടി കടന്നു വരുമ്പോൾ ഇതൊരു പ്ലൂറാലിറ്റി ഉള്ള സമൂഹമായി മാറുമ്പോൾ അവിടെ എത്തരത്തിലാണ് അധ്യാപകർ പാകപ്പെടേണ്ടതെന്നും എല്ലാ മനുഷ്യരെയും എല്ലാ വിദ്യാർത്ഥികളെയും തുല്യനിലയിലല്ല പരിഗണിക്കേണ്ടതെന്നും അവർക്ക് സൈക്കോളജിക്കലായി അഡ്രസ് ചെയ്യേണ്ടവരുണ്ട്. സാമൂഹിക നില കുറഞ്ഞവരെ, സാമൂഹിക സ്റ്റാറ്റസ് പല കാരണങ്ങളാൽ കേരളത്തിൽ ലഭ്യമല്ലാത്തവരെ അഡ്രസ് ചെയ്യേണ്ട തരത്തിലുള്ള വംശീയ പഠനങ്ങൾ പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്തം സർക്കാരിനുണ്ട്. മറിച്ച് കൊല്ലാനിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ കൂടെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രക്തസാക്ഷിയെ ഏറ്റെടുക്കുന്നത് ശരിയായ നടപടിയല്ല. ഇനി ഇത്തരം ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കുവാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. തീർച്ചയായും നമുക്കൊപ്പം ആദിൽ കൂടി ചേരുകയാണ്. ആദിൽ, SFI ശക്തമായ ഭാഷയിൽ തന്നെ ഇന്നിപ്പോൾ ഇതിനോട് പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ നോക്കൂ, ആ അമ്മാവൻ വിശ്വംഭരൻ നമ്മളോട് സംസാരിച്ചു. SFIയിൽ പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ് നിതിൻ എന്ന് പറഞ്ഞു. നമ്മളെ കലാലയങ്ങളിൽ ഒക്കെയും അല്ലെങ്കിൽ ഇങ്ങനെ വിദ്യാർത്ഥികൾ ഏതൊക്കെ തരത്തിൽ ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നു, ആ ഘട്ടങ്ങളിലൊന്നും ഇടപെടലുകൾ നടത്തുന്നില്ല. ഈ നിതിനും വലിയ രീതിയിൽ റാഗിങ്ങിനിരയായി. അത് വീട്ടുകാരെ അറിയിച്ചിരുന്നു. പിന്നീട് അതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് നിതിൻ തന്നെ വീട്ടിൽ അറിയിക്കുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷം തുടർച്ചയായി അധ്യാപകരിൽ നിന്നുണ്ടാകുന്ന ഈ അനുഭവം അത് പങ്കുവെക്കേണ്ടവരോടൊക്കെ പറയുന്നു, പരാതി നൽകുന്നു. ആ പരാതി പോലും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇടപെടലുകൾ ഉണ്ടാകാതെ പോകുന്നത്? സംരക്ഷിക്കാനായില്ല ആർക്കും എന്ന ഒരു യാഥാർത്ഥ്യം അവിടെ നിലനിൽക്കുകയല്ലേ? ചെറുത്തുനിൽപ്പ് അതിൻ്റെ മാക്സിമം നിതിൽ നിന്നുണ്ടായിട്ടുണ്ട് എന്നത് നമ്മൾ നിതിൻ്റെ തന്നെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. അവിടെ ഉണ്ടായ സാഹചര്യങ്ങൾ മറ്റു വിദ്യാർത്ഥികളും അധ്യാപകരും ഒക്കെ പറയുന്നതിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കലാലയങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത്? തീർച്ചയായിട്ടും ഇപ്പോ നമുക്കറിയാം, നിതിൻ രാജ് എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മളെല്ലാവരും ഞെട്ടിത്തിരിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ ഏറ്റവും വിദ്യ പകർന്നു നൽകേണ്ട കലാലയങ്ങളിൽ തന്നെ വിദ്യാർത്ഥികളുടെ ഘാതകരാകുന്ന കേന്ദ്രങ്ങളായി മാറുന്നത് തീർത്തും നമ്മുടെ നാടിന്റെയും സംസ്ഥാനത്തിന്റെയും എല്ലാം വിദ്യാഭ്യാസ രംഗത്ത് നേടിയിട്ടുള്ള നേട്ടങ്ങളെല്ലാം തന്നെ പുറകോട്ട് വലിക്കുന്ന ഒരു അന്തരീക്ഷമാണ്. ഇപ്പൊ ഇവിടെ അഞ്ചരക്കണ്ടിയിലെ ഡെന്റൽ കോളേജിനകത്ത് നിതിൻ രാജ് എന്ന് പറയുന്ന വിദ്യാർത്ഥി നേരിട്ടിട്ടുള്ള സമാനതകളില്ലാത്ത പീഡനങ്ങളെ കുറിച്ച് ആ വിദ്യാർത്ഥിയുടെ തന്നെ വോയിസുകൾ മുഴുവൻ നമ്മളിപ്പോ ഒന്ന് കേരളം മുഴുവൻ കേൾക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തന്റെ അധ്യാപകന്റെ ഭാഗത്തു നിന്ന്, ഇപ്പൊ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഡിപ്പാർട്ട്മെന്റിലെ HOD ആയിട്ടുള്ള റാം എന്ന് പറയുന്ന അധ്യാപകൻ ഭാഗത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ നമ്മുടെ വിദ്യാർത്ഥി ഏറ്റുവാങ്ങേണ്ട ഒരു സ്ഥിതി വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. സ്റ്റാഫ് റൂമിൽ ഉൾപ്പെടെ കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ ക്രൂരമായ പീഡനങ്ങൾക്കാണ് ഇരയാക്കപ്പെട്ടത് എന്നുള്ളതാണ് നമുക്കറിയാൻ വേണ്ടി കഴിയുന്നത്. തീർത്തും ഒരു വിദ്യാർത്ഥിയോട് അധ്യാപകൻ പറയാൻ പാടില്ലാത്ത ഭാഷയിൽ ജാതി വെറിയുടെയും അതുപോലെ തന്നെ വിദ്വേഷത്തിന്റെയും എല്ലാം വാക്കുകൾ ഊന്നിക്കൊണ്ടുള്ള പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു വിദ്യാർത്ഥിയുടെ മനസ്സാക്ഷിയെ, ഒരു വിദ്യാർത്ഥിയുടെ ആത്മധൈര്യത്തെ ചോർത്തിക്കളയുന്ന രീതിയിലേക്കുള്ള ഒരു സമീപനമാണ് ആ ഡെന്റൽ കോളേജിലെ അധ്യാപകരുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ളതാണ്. തീർച്ചയായും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം സംസ്ഥാനത്തൊട്ടാകെ സംഘടിപ്പിക്കുന്നുണ്ട്.
ഇതിൽ SFIയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ ഇന്ന് ജിതിൻ രാജിന്റെ വീട്ടിൽ പോയി പറഞ്ഞത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ എന്നുള്ളതാണ്. കേവലം ഒരു ആത്മഹത്യയാണെന്ന് ഒതുക്കി തീർക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ എന്ന് തന്നെയാണ് ഇതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായും ഇത്തരത്തിൽ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് പ്രത്യേകിച്ച് പ്രൈവറ്റ് കോളേജുകൾക്കകത്ത് വിദ്യാർത്ഥികളുടെ സംഘം ചേരുന്നതിനോ അവർക്ക് കൂടിയിരിക്കുന്നതിനോ ഇടങ്ങൾ ഇല്ലാതായി പോകുന്നു എന്നുള്ളത് നമ്മൾ വളരെ മുന്നക്കാലം മുതൽ തന്നെ ചർച്ച ചെയ്യുന്നതാണ്. ഇത്തരത്തിൽ വിദ്യാർത്ഥികളുടെ സർഗാത്മക ആവിഷ്കാരങ്ങൾക്ക് ഇടങ്ങളില്ലാതാവുക, വിദ്യാർത്ഥികൾക്ക് കൂടിച്ചേർന്നിരിക്കാനുള്ള വേദികൾ ഇല്ലാതാവുക, അവരുടെ ആവശ്യങ്ങൾ തുറന്നു സംസാരിക്കാൻ കഴിയാതിരിക്കുക, വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം അനുവദിക്കാതിരിക്കുക, വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ അവർക്ക് അവകാശങ്ങൾ ചോദിക്കാൻ കഴിയാതിരിക്കുക. ഇത്തരത്തിൽ വിദ്യാർത്ഥിത്വം എന്ന് പറയുന്നത് സമരസപ്പെട്ടു പോകേണ്ട, അല്ലെങ്കിൽ അധ്യാപകർക്കും മാനേജ്മെന്റിനും മുന്നിൽ കീഴടങ്ങിപ്പോകേണ്ട ഒരു വിഭാഗം ആളുകളാണ് എന്ന് ബോധപൂർവം ഇത്തരത്തിൽ പ്രൈവറ്റ് കോളേജുകളിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു രീതിയാണ് കാണാൻ കഴിയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ജിതിൻ രാജ് എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ പക്ഷെ അവിടെ വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്ത് നിന്ന് കൂടുതൽ ജാഗ്രത ഉണ്ടാവേണ്ടതില്ലേ? അതിൽ ഇത് നോക്കൂ, ഈ കോളേജ് നിൽക്കുന്നത് മുഖ്യമന്ത്രിയുടെ ധർമ്മടം മണ്ഡലത്തിനുള്ളിലാണ് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ഈ കോളേജ് പ്രവർത്തിക്കുന്നത്. അവിടെ ഒരു വിദ്യാർത്ഥിക്ക് നിരന്തരം കഴിഞ്ഞ സെപ്റ്റംബറിൽ അഡ്മിഷൻ എടുത്തത് മുതൽ ഇന്ന് വരെ അതിനെ മരണത്തിലേക്ക് തള്ളിവിടുന്ന മെനഞ്ഞാന്ന് വരെ അതിനനുഭവിക്കേണ്ടി വന്ന സാഹചര്യം എന്താണ് എന്ന് നമ്മൾ കാണുന്നുണ്ട്. ആ കുടുംബം എങ്ങനെയുള്ള കുടുംബമാണ് എന്നത് അമ്മാവൻ ഇവിടെ വിശദീകരിച്ചതാണല്ലോ. നമുക്ക് ഒരിടപെടലും നടത്താൻ പറ്റാതെ പോവുകയാണ്. ഇവിടെ പ്രതിപക്ഷ നേതാവ് ഇന്ന് പറയുന്നു സിദ്ധാർത്ഥിനുണ്ടായ ഒരു അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. അന്ന് കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടായിരുന്നുവെങ്കിൽ ഇത് ആവർത്തിക്കപ്പെടില്ല. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന സംഭവങ്ങളിൽ ആ തെറ്റ് ചെയ്യുന്നവർക്ക് എന്ത് ശിക്ഷ കിട്ടുന്നു എന്നത് വളരെ പ്രധാനമാണല്ലോ. അങ്ങനെ ഒരു ശിക്ഷ ഉറപ്പാക്കാനായാൽ ആ സമാനമായ പ്രവർത്തികളിൽ ഏർപ്പെടുന്നവർ പിൻവലിയുമല്ലോ. അതുണ്ടായില്ല. അപ്പോൾ ഇതൊക്കെ വിരൽ ചൂണ്ടുന്നത് എങ്ങോട്ടാണ്? തീർച്ചയായിട്ടും ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആ ക്യാമ്പസ് ഏത് സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത് ഇത് പൊതുവില്ല. നമുക്കറിയാം രാജ്യത്തൊട്ടാകെ പ്രൈവറ്റ് കോളേജുകൾക്കകത്ത്, സ്വകാര്യ മാനേജ്മെന്റുകളുടെ സ്ഥാപനങ്ങൾക്കകത്ത് വിദ്യാർത്ഥികൾക്ക് സംഘടനാ പ്രവർത്തനം നടത്താൻ കഴിയുന്നില്ല എന്നതിനപ്പുറത്തേക്ക് വിദ്യാർത്ഥികൾക്കൊന്നും കൂടിച്ചേരാനുള്ള ഇടങ്ങൾ പോലും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം, കലാലയങ്ങൾ, ക്യാമ്പസ് ജീവിതങ്ങൾ ഇതെല്ലാം നമുക്ക് പകർന്നു തരുന്നത് ഒരു കൂട്ടായ്മയുടെയും ഒരു സർഗാത്മക ആവിഷ്കാരങ്ങളുടെയൊക്കെ ഇടങ്ങളായിട്ടാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഇത്തരം പ്രൈവറ്റ് ക്യാമ്പസുകൾക്കകത്ത് ഒരു ഇടപെടലുകൾ നടക്കുന്നില്ല എന്നുള്ളതാണ്. ഈ മേൽപ്പറഞ്ഞ ഈ അഞ്ചരക്കണ്ടിയിൽ ഈ ഡെന്റൽ കോളേജിനകത്ത് ഉൾപ്പെടെ ഒരു സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി ആരെങ്കിലും ഒന്ന് ഇടപെട്ട് കഴിഞ്ഞാൽ അവർക്കെതിരെ നോട്ടീസ് ബോർഡിൽ പരസ്യമായി ആ വിദ്യാർത്ഥികളുടെ പേര് എഴുതി വെക്കുക, ഇത്തരത്തിൽ ആരുടെയെങ്കിലും കൂടെ ഒന്ന് സംസാരിച്ചാൽ അല്ലെങ്കിൽ ശബ്ദിച്ചാൽ, ഒരു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവരെ ഒറ്റപ്പെടുത്തുക, ഇത്തരത്തിലുള്ള സമീപനങ്ങളാണ് ഈ പ്രൈവറ്റ് കോളേജുകളെല്ലാം തന്നെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് തങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ മറ്റൊരാളുമായി ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ അവന്റെ ദുരിതങ്ങൾ പങ്കുവെക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ യഥാർത്ഥം ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് എന്താണ് അവർക്ക് ലഭിക്കുന്ന ശിക്ഷകൾ, നടപടികൾ എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇവിടെ ഉണ്ടായിട്ടുള്ള എല്ലാ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കെതിരെയും ശക്തമായ നിലപാട് SFI എന്നുള്ള നിലയിൽ നമ്മൾ സ്വീകരിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം ഈ അടുത്താണ് ഇപ്പൊ രോഹിത് വെമുലയുടെ ആത്മഹത്യ തുടർന്നുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം UGC ഒരു പുതിയ റെഗുലേഷൻ തന്നെ പുറപ്പെടുവിക്കുന്ന സ്ഥിതി ഉണ്ടായി. പ്രൊമോഷൻ ഓഫ് ഇക്വിറ്റി ഇൻ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞുകൊണ്ട് സർവകലാശാലകളിലെ, ക്യാമ്പസുകളിലെ, ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലെ ജാതി വിവേചനത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന പരാതികൾ കേൾക്കാനും പരിഹരിക്കാനും അതിനെതിരായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനുമുള്ള പുതിയ റെഗുലേഷൻ തന്നെ പുറത്തിറക്കുകയുണ്ടായി. പക്ഷെ എന്താണ് നമ്മൾ രാജ്യത്തുടനീളം കണ്ടത്? ഇതിന്റെ എതിരായിക്കൊണ്ടുള്ള വലിയ ഉന്നത ജാതിയിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ എല്ലാം പ്രതിഷേധങ്ങളെ തുടർന്ന് ആ റെഗുലേഷൻ നടപ്പാക്കാതിരിക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ നമുക്ക് രാജ്യത്തുടനീളം ഇപ്പൊ പ്രധാനപ്പെട്ട IIT-കളായാലും NIT-കളായാലും ഒക്കെ തന്നെ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ 100-ലധികം വിദ്യാർത്ഥികളാണ് ആത്മഹത്യ ചെയ്യപ്പെട്ടത് എന്നുള്ളതാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ വിഷയങ്ങളെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകണം, അവന്റെ ആവിഷ്കാരങ്ങളെ കുറിച്ച് നമുക്ക് തുറന്നു പറയാനുള്ള വേദികൾ ഉണ്ടാകണം. ആരെയും ഭയപ്പെടാതെ വിദ്യാർത്ഥികൾക്ക് കൂടിച്ചേരാനും ഒരു കൂട്ടായ്മയുടെ ഭാഗമായി, ഒരു സംഘടനാ ശേഷിയുടെ ഭാഗമായി അവന്റെ ആവശ്യങ്ങൾ തുറന്നു പറയാനുള്ള വേദികൾ ക്യാമ്പസിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇത്തരം വേദികളെ നിരുത്സാഹപ്പെടുത്തുന്ന എല്ലാ കേന്ദ്രങ്ങൾക്കെതിരെയും ഒറ്റക്കെട്ടായി സമൂഹം അണിനിരക്കൽ അനിവാര്യമാണ്. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം ഉൾപ്പെടെ ക്യാമ്പസുകളിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഈ നമുക്ക് വിദ്യാർത്ഥികളെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്ന പ്രവണതകൾക്കെതിരെ ഒറ്റക്കെട്ടായി തന്നെ നമുക്ക് ക്യാമ്പസുകളിൽ ചെറുത്തുനിൽപ്പ് നടത്താൻ വേണ്ടി കഴിയും. എന്തായാലും ജാതീയ വിവേചനങ്ങൾ തടയാൻ ശക്തമായ നിയമം വേണം, രോഹിത് വെമുല നിയമം കൊണ്ടുവരും എന്നതൊക്കെയാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഇന്ന് ചൂണ്ടിക്കാട്ടിയത്. അപ്പോൾ പോലും
ഉള്ള നിയമങ്ങൾക്കുള്ളിൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ലേ? ഈ നൂറ്റാണ്ടിലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് നിയമം കൊണ്ടുവരാത്തത് കൊണ്ടാണോ എന്നൊരു സംശയം ബാക്കിയാണ്. ശ്രീ ടി എസ് ശ്യാംകുമാർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ടി എസ് ശ്യാംകുമാർ, ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. അതിന് നേതൃത്വം നൽകിയത് അധ്യാപകരാണ് എന്നത് കേരളം തലകുനിച്ച് നിൽക്കേണ്ടുന്ന സാഹചര്യമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. 23-കാരനായ ഒരുപാട് സ്വപ്നങ്ങളുള്ള കഷ്ടപ്പെട്ട് പഠിച്ച ഒരു വിദ്യാർത്ഥിയുടെ ജീവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. എന്താണ് നമ്മുടെ കലാലയങ്ങളിൽ സംഭവിക്കുന്നത്? രജനിയ സാനന്ദ് മുതൽ ജിഷ്ണു പ്രണോയ്, സിദ്ധാർത്ഥ്, അമ്മു സജീവ്, ഇപ്പോൾ അവിടെ ഒരു പേര് കൂടി എഴുതി ചേർത്തിരിക്കുകയാണ്. അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കുമോ? നമുക്ക് ഇക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള അത്ഭുതങ്ങൾക്കും അവകാശമില്ല. യഥാർത്ഥത്തിൽ നമ്മൾ പൊതുവെ പറയുന്ന ഒരു കാര്യം, കേരളം പുരോഗമനപരമായ കേരളമാണ്, ജാതിയില്ല കേരളമാണ്, ജാതിയെല്ലാം നശിച്ചു പോയിരിക്കുന്നു, ഇപ്പോൾ നമ്പർ 1 കേരളമാണ് എന്നൊക്കെ തന്നെ പൊതുവെ പറയാറുണ്ട്. ഇപ്പൊ കഴിഞ്ഞ കുറെ കാലങ്ങൾ, ഇപ്പൊ സിദ്ധാർത്ഥിന്റെ മരണം തന്നെ നമ്മുടെ കേരളത്തിലാണ് സംഭവിച്ചത്. ഇങ്ങനെ നമ്മൾ നോക്കിയാൽ അറിയാം, കേരളത്തില് മരണം ഉണ്ടാകുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വലിയ രീതിയിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ജാതി പീഡനങ്ങൾ, ജാതി അവഹേളനങ്ങൾ, അപമാനങ്ങൾ, ഹിംസകളൊക്കെ തന്നെ നിരന്തരം നേരിടേണ്ടി വരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അഞ്ചരക്കണ്ടിയില് നമ്മൾ സംഭവം വളരെ വിശദമായിട്ട് പരിശോധിച്ചാൽ അറിയാം. പ്രത്യേകിച്ച് മരണപ്പെട്ടതെന്നല്ല പറയേണ്ടതാണ്, ഇത് കൊലപാതകമാണ്. ആ കുട്ടിയുടെ കുടുംബത്തിലുള്ളവർ തന്നെ പറഞ്ഞല്ലോ, വിദ്യാർത്ഥിയുടെ കുടുംബത്തിലുള്ളവർ തന്നെ പറഞ്ഞ വിവരം എന്ന് പറഞ്ഞാൽ അത് കൊലപാതകമാണ് എന്ന് സംശയിക്കുന്നു. ആ കുട്ടിയെ ഇനി കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് തെള്ളിയിട്ടതാണോ എന്ന് സംശയിക്കുന്നു എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ആ ആരോപണം വളരെ വിശദമായി പരിശോധിക്കേണ്ടതാണ്. കാരണം അധ്യാപകർ തന്നെ പറഞ്ഞത് എന്താണ്, കയ്യും കാലും തല്ലി ഒടിക്കുക എന്ന് പറയുന്ന അധ്യാപകരുള്ള ഒരു കോളേജ് എന്തൊരു കോളേജാണ്? അവർ അധ്യാപകരല്ല, ഇവർ ഗുണ്ടകളല്ലേ? സത്യത്തിൽ ഇത് അഞ്ചരക്കണ്ടി അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് ഗുണ്ടാരാജ് നിലനിൽക്കുന്ന സ്ഥലമാണോ? ഒന്ന് ആലോചിച്ചു. ഒരു കുട്ടിയുടെ കയ്യും കാലും തല്ലി ഒടിക്കുക എന്ന് പറയുന്ന അധ്യാപകര് നിലനിൽക്കുന്ന ഒരു കോളേജ് ഇത് ഗുണ്ടാരാജാണ്, അല്ലാതെ അവിടെ ജനാധിപത്യം നിലനിൽക്കുന്നില്ല. ഒരു ജനാധിപത്യം ഇല്ലാത്ത അസൽ ഗുണ്ടാരാജായിട്ട് ഈ പറയുന്ന അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് നിലനിർത്തുന്നു. HOD ആയിട്ടുള്ള റാം, അതുപോലെ തന്നെ സംഗീത നമ്പ്യാർ, ഇവർക്കെതിരെ കൊലപാതക കുറ്റം ചുമത്തി അവരെ അറസ്റ്റ് ചെയ്യുന്ന സസ്പെൻഷൻ അല്ല വേണ്ടത്, അവരെ അടിയന്തരമായിട്ട് അറസ്റ്റ് ചെയ്ത് നിയമപരമായ നടപടിക്രമങ്ങളിലേക്ക് ഗവൺമെന്റ് കടക്കുകയാണ് വേണ്ടത്. ഇപ്പൊ നമ്മൾ സ്ഥിരം പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഈ ജാതി അധിക്ഷേപത്തെ സംബന്ധിച്ച്, ജാതി വിവേചനത്തെ സംബന്ധിച്ചൊക്കെ പറയുന്നവരാണ് ജാതി വിറ്റ് ജീവിക്കുന്നത്, അവരാണ് ജാതിക്ക വിറ്റ് ജീവിക്കുന്നവരാണ് എന്നൊക്കെ പൊതുവെയുള്ള ഒരു ആക്ഷേപമുണ്ട്. പക്ഷെ ഇപ്പൊ ആരാണ് യഥാർത്ഥത്തിൽ ജാതി വിറ്റ് ജീവിക്കുന്നതെന്ന് ഈ സംഭവം തെളിയിക്കപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. നിരന്തരം കേരളത്തിൽ നടക്കുന്ന ഈ സംഭവവികാസങ്ങളെല്ലാം തെളിയിക്കുന്നത് എന്താണ്? കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ, കേരളത്തിലെ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ, ആ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഉള്ള ആ അധ്യാപക പ്രാതിനിധ്യം പരിശോധിച്ചാൽ അറിയാം, വലിയ രീതിയിൽ വരേണ്യ വിഭാഗക്കാരാൽ നിയന്ത്രിക്കപ്പെടുന്ന സ്ഥാപനങ്ങളാണ് ഇതെല്ലാം തന്നെ. അവിടെയൊക്കെ തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ അധ്യാപക തസ്തികയിൽ നിന്ന് സമ്പൂർണ്ണമായി തമസ്കരിക്കപ്പെടുന്ന സ്ഥിതിവിശേഷം ഉണ്ട് നമ്മുടെ സംസ്ഥാനത്ത്, കേരളത്തിൽ. അപ്പൊ അത്രമേൽ പുരോഗമനപരമൊന്നും അല്ല കേരളം. അപ്പൊ ഇത് നിതിൻ രാജിന്റെ ഒരു സംഭവം വെച്ചുകൊണ്ട് ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറയാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇത് ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല, ഇത് തുടർച്ചയായ ഒരു പ്രതിഭാസം മാത്രമാണ്, തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇതെന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഈ തുടർച്ചയായി നടക്കുന്ന ഇത്തരം കാര്യങ്ങൾക്കെതിരെ ഒരു തരത്തിലുമുള്ള നടപടികൾ സ്വീകരിക്കാൻ നമ്മുടെ ഗവൺമെന്റിന് സാധിക്കുന്നില്ല എന്നുള്ളതും ലജ്ജയോടുകൂടി നമ്മൾ കരുതേണ്ട ഒരു കാര്യം, ലജ്ജയോടുകൂടി ഓർക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ കുട്ടി ഈ കുടുംബത്തിലുള്ളവർ തന്നെ പരാതി കൊടുത്തു എന്ന് പറയുന്നു, പക്ഷെ സ്ഥാപന മേധാവി പറഞ്ഞു ഒരു പരാതിയും ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നു. അപ്പൊ ഇത് രണ്ടും വിരുദ്ധ ധ്രുവങ്ങളിലാണ് ഈ സംഭവങ്ങൾ നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് ഒരു പരാതി ലഭിച്ചിട്ട് പോലും ഒരു അന്വേഷണം ഉണ്ടാകാത്തത്? സ്റ്റാഫ് റൂമിൽ തന്നെ കുട്ടികളെ വിളിച്ച് മനുസ്മൃതിയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ദണ്ഡനമുറകൾ, ചോദ്യമുറകളൊക്കെ തന്നെ നടക്കുക. സ്റ്റാഫ് റൂമിൽ കുട്ടികളെ ചോദ്യം ചെയ്യുക, ഏത് രീതിയിൽ? ഒരു ഗുണ്ടാരാജ് പോലെ ചോദ്യം ചെയ്യുക, അപമാനിക്കുക. നിതിൻ രാജിന്റെ ശബ്ദരേഖയിൽ തന്നെ പറയുന്നുണ്ടല്ലോ അധ്യാപകർ അപമാനിച്ചതിനെ പറ്റി. അപ്പൊ ഇതൊരു അധ്യാപകർക്ക് ചേർന്ന പ്രവണത. അധ്യാപകരല്ല ഇവരെ, നമ്മൾ യഥാർത്ഥത്തിൽ ഇവരെ അധ്യാപകരായിട്ട് കാണേണ്ടതേ ഇല്ല.
ഇവർ ഒരു ഗുണ്ടാരാജ് പോലെ ഡെന്റൽ കോളേജിനെ നടത്തിക്കൊണ്ടു പോരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനം. ഇവര് ഭരണഘടനയെ അപമാനിക്കുന്നു, ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനങ്ങളെ വെല്ലുവിളിക്കുന്നു, യഥാർത്ഥത്തിൽ ഉന്നത വിദ്യാഭ്യാസ വ്യവസ്ഥയെ തന്നെ സമ്പൂർണ്ണമായിട്ട് വെല്ലുവിളിച്ചുകൊണ്ട് ഒരു ഗുണ്ടാരാജായിട്ട് ഡെന്റൽ കോളേജ് നിലനിർത്തുകയാണെന്നാണ് നമ്മൾ കാണേണ്ടത്. അപ്പൊ ഇത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഉയർന്നു വരരുത് എന്ന് പറയുന്ന ഒരു വളരെ വ്യക്തമായ ഒരു ജാതി ഹിംസ ഈ പറയുന്ന കേരളം മുഴുവൻ നിലനിൽക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ കണ്ണൂർ ഡെന്റൽ കോളേജിലെ അധികാരികൾ, പ്രത്യേകിച്ച് ഈ റാമു അതുപോലെ തന്നെ സംഗീത നമ്പ്യാരെയും പോലെയുള്ള ആളുകൾ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ തെരഞ്ഞു പിടിച്ച് അവർക്കെതിരെ അക്രമം അഴിച്ചുവിടുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട തെളിവായിട്ട് നമ്മുടെ മുമ്പിൽ തീർച്ചയായും ശ്രീ ശ്യാംകുമാർ നോക്കൂ, ഇവിടെ ഇപ്പോ സ്പെല്ലിംഗ് ചോദിച്ച് മറ്റു കുട്ടികളുടെ മുന്നിൽ അപമാനിച്ചു, പുഴുത്ത പട്ടി എന്ന് വിളിച്ച് അപമാനിച്ചു. അങ്ങനെ നിരവധി സംഭവങ്ങൾ എടുത്തു പറയാൻ തന്നെ ആ കുട്ടി അനുഭവിച്ച, ആ വിദ്യാർത്ഥി അനുഭവിച്ച നിരവധി സംഭവങ്ങൾ ബന്ധുക്കൾ പറയുന്നു, ശബ്ദ സംഭാഷണമായി തന്നെ നമുക്ക് മുന്നിലൊക്കെയുണ്ട്. ഈ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ഒപ്പം നിർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സംവരണം കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോൾ ഉന്നത വിഭാഗത്തിലെ പിന്നാക്കക്കാർക്ക് വരെ സംവരണം എത്തുന്ന സാഹചര്യം വന്നിട്ട് പോലും സംവരണം കിട്ടി വരുന്നവരോട് എന്താണ് സമീപനം എന്നതുകൂടി ഈ സംഭവം നമ്മളോട് ഓർമ്മിപ്പിക്കുന്നു. മെറിറ്റ് ഉള്ളവരുടെ അവകാശങ്ങൾ നശിപ്പിക്കുന്ന വിഭാഗമായിട്ടാണ് അവരെ കാണുന്നത്. അവർക്ക് അവരുടെ സാമ്പത്തികം ചോദ്യം ചെയ്യപ്പെടുന്നു, നിറം ചോദ്യം ചെയ്യപ്പെടുന്നു എന്നതൊക്കെ ആ കുട്ടി അനുഭവിക്കുകയാണ്. അപ്പോൾ എന്താണ് അതിനുള്ള പോംവഴി എന്ന ഒരു ചോദ്യമില്ലേ? ഇവിടെ ഒരു അധ്യാപകനിൽ ഇങ്ങനെ ഒരു മോശം പ്രവണത ഉണ്ടായാൽ അത് തിരുത്തപ്പെടാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ആ സ്ഥാപനത്തിലെ മുഴുവൻ അധ്യാപകരും ഇതിനെ കണ്ണടച്ച് നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്തുകൊണ്ടുണ്ടാകുന്നു? അപ്പോൾ ഇതിന്റെ ഉത്തരവാദിത്വം മൊത്തം സമൂഹത്തിന് എന്ന ഒരു നില വരുന്നില്ലേ? തീർച്ചയായിട്ടും ഒരു മൊത്തം സമൂഹത്തിൽ, പ്രത്യേകിച്ച് ജാതി എന്ന് പറഞ്ഞൊരു വ്യവസ്ഥാക്രമമാണല്ലോ. അതുകൊണ്ടൊരു റാമിനെ, ഒരു സംഗീത നമ്പ്യാരെയോ ശിക്ഷിക്കപ്പെട്ടാലൊന്നും ഈ വ്യവസ്ഥ മാറത്തില്ല. വ്യവസ്ഥ അടിസ്ഥാനപരമായിട്ട് തിരുത്തപ്പെടണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത്. ഇവിടെ സംവരണം കിട്ടി വരുന്നു എന്ന് പറഞ്ഞല്ലോ. സംവരണം കിട്ടി വരുന്നത് ഇപ്പോഴത്തെ നിലയ്ക്ക് നോക്കിയ ദളിതര് മാത്രമല്ല, മെറിറ്റിൽ വരുന്ന ദളിത് വിദ്യാർത്ഥികളുണ്ട്, സംവരണത്തിൽ വരുന്നവരും ഉണ്ട്. ഇപ്പം മെറിറ്റിന്റെ വിഷയം പരിശോധിച്ചാൽ തന്നെ അറിയാം, EWS സംവരണത്തിലൂടെ നായന്മാരും മറ്റും ധാരാളമായിട്ട് വരുന്നില്ലേ? ഇപ്പൊ എഞ്ചിനീയറിംഗിന്റെ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ, മെഡിസിന്റെ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ ഈ പറയുന്ന രീതിയിൽ നായർ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് SC/ST വിഭാഗത്തെക്കാളും വളരെ മാർക്ക് കുറഞ്ഞ ആളുകൾ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ അഡ്മിഷൻ മേടിച്ചില്ലേ? ആരും പാലം തകർന്നു പോകുന്ന ആരും വിലപിച്ചില്ലല്ലോ. നേരത്തെ SC/ST വിഭാഗത്തിൽപ്പെട്ട ആളുകൾ സംവരണത്തിലൂടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക്, ജോലിയിലേക്കോ അതുപോലെ തന്നെ വിദ്യാഭ്യാസ പ്രക്രിയയിലേക്കോ പ്രവേശിച്ചാൽ ഉടൻ തന്നെ പറയുന്ന പാലം തകർന്നു പോകും, ചികിത്സയിൽ ആളുകൾ മരിച്ചു പോകും എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പൊ SC/ST വിഭാഗത്തെക്കാളും മാർക്ക് കുറഞ്ഞ ആളുകൾ, നായർ വിഭാഗത്തിലും മറ്റുമുള്ള ആളുകൾ EWS സംവരണത്തിലൂടെ, സവർണ സംവരണത്തിലൂടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ ആരും പാലം തകർന്നു പോകുന്നെന്ന് പറയുന്നില്ലല്ലോ. അപ്പൊ ഇവിടെ മെറിറ്റ് അല്ല പ്രശ്നം, സംവരണമല്ല പ്രശ്നം. സംവരണത്തിലൂടെയാണെങ്കിലും മെറിറ്റിലൂടെയാണെങ്കിലും ദളിതരും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നു വരുന്നു എന്ന് പറയുന്ന വംശീയ വെറിയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന കേരളത്തിൽ ഉൾപ്പെടെയുള്ള, ഇന്ത്യയിൽ ഉൾപ്പെടെയുള്ള ഈ പറയുന്ന സവർണ വരേണ്യ വിഭാഗങ്ങൾ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇത് നിസ്സാരമായ കാര്യമല്ല. ഇത് കേവലം സംവരണത്തിന്റെ പ്രശ്നമല്ല, ഇത് ജാതി ഹിംസയുടെ പ്രശ്നമാണ്, വംശീയ വെറിയുടെ പ്രശ്നമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അടിസ്ഥാനപരമായ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. തീർച്ചയായും എന്തായാലും ദേശീയ പട്ടികജാതി കമ്മീഷൻ ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെടാനുള്ള സാധ്യതകൾ നിലനിൽക്കുകയാണ്. അങ്ങനെയുള്ള പരാതികൾ ഒക്കെ പോകുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു കാര്യം, സിദ്ധാർത്ഥിന്റെ മരണം സംഭവിക്കുമ്പോൾ അവിടെ ഒരു കൃത്യമായ ശിക്ഷ ഉറപ്പാക്കുന്ന നിലയിൽ നടപടികളിലേക്കൊക്കെ കാര്യങ്ങൾ പോയിരുന്നുവെങ്കിൽ അത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പാക്കാൻ കഴിയും എന്നതാണ്. ഇവിടെ അങ്ങനെയുള്ള ഇടപെടലുകൾ ഉണ്ടാകും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇതിനി ആവർത്തിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പാക്കാൻ എങ്ങനെയാണ് നമ്മൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഇനി കരുതേണ്ടത്? അധ്യാപകർ തന്നെ ഇത്തരം സംഭവങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു എന്ന കാര്യം കൂടുതൽ കൂടുതൽ വ്യക്തമാകുമ്പോൾ അവിടെ എന്ത് തിരുത്തലാണ് വേണ്ടത്? ശ്രീ ശ്യാംകുമാർ, കേൾക്കാമോ? അദ്ദേഹത്തിന് കേൾക്കാൻ കഴിയുന്നില്ല എന്നതാണ് മനസ്സിലാകുന്നത്. എന്തായാലും വളരെ ഗുരുതരമായ സംഭവമാണ്. നീതി കിട്ടും വരെ
പിന്നോട്ടില്ല എന്നതാണ് ആ കുടുംബം പറയുന്നത്. ഇതിൽ ഏതറ്റം വരെയും നിയമ നടപടികളുമായി പോകും എന്ന് നിതിൻ്റെ കുടുംബം പറയുന്നു. കൂടുതൽ അന്വേഷണം ഉണ്ടാകണം. ഇതൊരു ആത്മഹത്യ എന്ന നിലയിലല്ല, മരണത്തിലേക്ക് തള്ളിവിട്ടതാണ്, കൊലപാതകത്തിന് തുല്യമാണ്. ആ നിലയിൽ ഉള്ള അന്വേഷണം വേണം എന്നതാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണത്തിലാണ് വിഷയമുള്ളത്. അതിനപ്പുറം നിയമ നടപടികളിലേക്ക് പോകേണ്ടി വന്നാൽ അതിനുള്ള നടപടികൾ സ്വീകരിക്കും എന്നതാണ് കുടുംബം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇനി ഒരു കുട്ടിക്കും ഈ അവസ്ഥ ഉണ്ടാകരുത് എന്നതാണ് ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. നമ്മൾ ഇന്ന് പ്രേക്ഷകരോട് ചോദിച്ച ചോദ്യം, നിതിനെ ജാതി പറഞ്ഞ് കൊന്നതോ എന്നതാണ്. അതേ എന്ന് പറയുന്നു 88% വരുന്ന പ്രേക്ഷകർ. അല്ല എന്ന് പറയുന്നത് 7% മാത്രം. നിഷ്പക്ഷമായ അഭിപ്രായം രേഖപ്പെടുത്തിയത് 5% പേർ. ടൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു.